നമ്മുടെ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞ കുട്ടികൾ നിർബന്ധിത സാഹചര്യം കൊണ്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണം. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതുകൊണ്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണം. അവരുടെ അൾട്ടിമേറ്റ് പാഷനല്ല. പെൺകുട്ടികൾക്ക് കഴിവില്ല, പെൺകുട്ടികൾ അടുക്കളയിൽ കിടക്കേണ്ടവരാണെന്നൊക്കെ ഇങ്ങനെ കളിയാക്കി എല്ലാവരും പറയാറുണ്ട്. പക്ഷെ നമ്മളൊരുപാട് സ്ട്രഗിൾ ചെയ്ത് നമ്മളൊരുപാട് ഡിഫിക്കൽട്ടീസ് പല നേരിട്ടിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അന്ന് ഹൈ റിസ്ക് മേൽ നിൽക്കുന്ന ടൈമാണ്. കാര്യം നമ്മൾ വലിയ ക്യാപിറ്റൽ നമ്മുടെ കയ്യിലില്ല. എക്സ്ട്രീം റിസ്കിൽ നിൽക്കുന്ന ടൈമിനാണ്. ഒരു ക്രൈസിസ് കഴിഞ്ഞ് നമ്മൾ റിക്കവർ ചെയ്യുന്നതേ ഉള്ളൂ. ഏകദേശം നമുക്ക് 1 കോടിയോളം കടമുണ്ട്. ഇപ്പോൾ ടാൽറോപ്പിൻ്റെ പുതിയ ടീം മെമ്പേഴ്സ് ഓരോരുത്തർ വരുമ്പോഴും ആസ് എ CEO ഞാൻ ഇങ്ങനെ അവരോട് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പം ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 1, 2, 3, 4 അല്ല എൻ്റെ സ്റ്റെപ്സ്. ഹലോ ഫിഫ. ഹായ്. കുറേ നാളായിട്ട് ഭാര്യയോടൊപ്പം ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്നുള്ളൊരാഗ്രഹമാണ്. അതിന്നാണ് സാധിച്ചത്. ഓക്കെ, നമ്മൾ ശരിക്കും ഫസ്റ്റ് മീറ്റ് ചെയ്യണത് 2018 മാർച്ച് 25 എന്ത് തോന്നുന്നു ആ ദിവസത്തെ പറ്റി ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ? ആ ദിവസം ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. എല്ലാ വർഷവും മാർച്ച് 25 ഞാനിങ്ങനെ ഓർക്കും. അയ്യോ, ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അയ്യോ, ഒരു ഇൻ്റർവ്യൂ എങ്ങനെ വന്ന് എത്ര നേരം ഓർമ്മയുണ്ട് അന്നത്തെ ഇൻ്റർവ്യൂ. എനിക്ക് തോന്നുന്നു ഒരു 2.5 hours 3 hours നീണ്ടിരുന്ന ഒരു ലോങ് ഇൻ്റർവ്യൂ ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് വന്നിട്ട് KVUPS സ്കൂളിലേക്കാണ് ആദ്യമായിട്ട് വരുന്നത്. ആ സ്കൂളിനൊക്കെ കാണുമ്പോൾ ഇപ്പോൾ അതുവഴിയൊക്കെ പോകുമ്പോൾ എന്ത് തോന്നും? ശരിക്കൊരു ഇപ്പം എല്ലാവരും നൊസ്റ്റാൾജിയ പറയുന്നത് സ്കൂൾ ടൈം, കോളേജ് ടൈം. എനിക്ക് ശരിക്കും ആ നൊസ്റ്റാൾജിക് ഫീലും ഒരു BGM വിട്ട് ഒന്നുകൂടെ നടക്കണമെന്നൊക്കെ തോന്നുന്നത് ശരിക്കും ആ KVUPSൽ അവൻ്റെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണ്. ഇപ്പോഴും അന്ന് എങ്ങനെയാണ് ടാൽറോപ്പിനെ പറ്റി കേൾക്കുന്നത്? ഫസ്റ്റ് കേൾക്കുന്നത് എങ്ങനെയാണ് ടാൽറോപ്പിനെ ഫസ്റ്റ് പറ്റി? ഞാൻ കേൾക്കുന്ന റിലേറ്റീവ്സ് ത്രൂ ആണ് കേൾക്കുന്നത്. പാങ്ങോട് ഇങ്ങനെ 2 പേര് ചേർന്നിട്ട് ടാൽറോപ്പ് എന്ന് പറയുന്നൊരു എന്തോ ടെക്നോളജി ബേസ്ഡ് കമ്പനി അത്രമാത്രമേ കേട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെയോ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് വർക്ക് ചെയ്യാനൊക്കെ ആരൊക്കെയോ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാമെന്ന് വെച്ചാൽ ഇത്രയൊക്കെ അറിയുള്ളൂ. എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അങ്ങനെയാണ് ഞാൻ അതിലേക്കൊന്ന് കൊള്ളാമല്ലോ, സ്റ്റാർട്ടപ്പാണ്, കുറച്ച് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി പഠിക്കാൻ പറ്റും എന്നുള്ളൊരു തിങ്കിങ് വരുന്നത് അവിടെയാണ്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കമ്പനി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ടാസ്ക് ചെയ്യുന്നതിനേക്കാളും അങ്ങനെയാണ് ഞാൻ തിരക്കി ഇങ്ങനെ വരുന്നത്. ആ ഫസ്റ്റ് റിലേറ്റീവ്സിൻ്റെ നിന്ന് കേട്ടിട്ട് അത്രമാത്രമായിരുന്നു ആദ്യം ഇനിഷ്യലി ഉള്ളൊരു അറിവ് ഒരു ടാൽറോപ്പ്. അപ്പോൾ ഇപ്പോഴൊരു 8 വർഷങ്ങൾക്കിപ്പുറം അല്ലെങ്കിൽ 7 വർഷങ്ങൾക്കപ്പുറം നിൽക്കുമ്പോൾ അന്ന് ആ ഇൻ്റർവ്യൂവിന് വന്നതൊരു മണ്ടത്തരായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് ശരിക്കും അന്ന് ആഗ്രഹം കൊണ്ടാണ് വന്നത്. കുറച്ച് ഇന്നോവേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കുറേ കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണം, കുറേ ചേഞ്ചസ് കൊണ്ടുവരണം, എഡ്യൂക്കേഷനിൽ റെവല്യൂഷൻ ഉണ്ടാക്കണം. പക്ഷേ എന്താ ബുക്കിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്ത് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെയാണ് ടാൽറോപ്പിൽ വന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു 7 വർഷത്തെ ജേണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വരാൻ പറ്റിയിരുന്നെങ്കിൽ ഇല്ല, പറ്റാതൊരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിലോ എന്നുള്ളൊരു ആകാലേക്ക് എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. വന്നതിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സും നേട്ടവും കാര്യങ്ങളും ഒരുപാട് കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ സ്കൂൾ കുട്ടിയെ കാണും വന്ന് ഫസ്റ്റ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കാണുന്നത് അഫി ഇങ്ങനെ രാവിലെ 7 മണിക്ക് ടെക്കീസ് പാർക്കിലേക്ക് വരുന്നു. അവിടെ സ്കൂൾ കുട്ടികൾക്ക് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് 10 വയസ്സ് 11 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ ടാൽറോപ്പ് പറയുന്ന വലിയൊരു ആശയം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബ്രെയിൻ ഏറ്റവും അഗ്രസീവായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ലോകം കാണിച്ചു കൊടുക്കണം. അവരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് അവർക്ക് വളർന്നു വരാൻ കഴിയുന്ന സാഹചര്യം കൊടുക്കണം, അവർക്ക് ഫൗണ്ടേഷൻ കൊടുക്കണം, ടെക്നോളജി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, സ്റ്റാർട്ടപ്പ് വേൾഡ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം, ഈ ലോകത്ത് ഈ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്, അതിനെങ്ങനെയൊക്കെ സൊല്യൂഷൻ കൊണ്ടുവരാമെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഫൗണ്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം അഫീനെ ടാൽറോപ്പ് അസൈൻ ചെയ്തത്. അപ്പോൾ രാവിലെ 7 മണിക്ക് കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങുന്ന സമയത്ത് ശരിക്കും 7 മണിക്കല്ല 6:45 എത്തും. കാരണം ഫസ്റ്റ് കുട്ടി എന്ന് പറയുന്നത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഫാദർ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആ കുട്ടിയുടെ ഫേസ്. എന്നെ ചിരിച്ച് ഫസ്റ്റ് ഗുഡ് മോർണിംഗ് മാം എന്ന് പറഞ്ഞ് ഓടി വന്ന് ചിരിച്ച് എൻ്റെ വാപ്പായെ കൊണ്ടുവന്നാക്കിയെന്നുള്ള രീതിയിൽ ഓടി വന്നൊക്കെ പറയുന്നൊരു കുട്ടി. അപ്പം ആ കുട്ടി എത്തുന്നതിന് മുന്നേ ഞാൻ എത്തണം. കാരണം അവിടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. കുറച്ച് നേരത്തെ അവരെ കെയർ ചെയ്യണം. സ്കൂളിൽ ആ ടൈമിൽ ആരും ഉണ്ടാവില്ല. അപ്പം ഞാൻ കുറച്ച് 6:45 കഴിയുമ്പോൾ ഞാൻ അവിടെ എത്തി. എല്ലാം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുക ആ കുട്ടീനെ
ഇങ്ങനെ ഈ ഇൻവൈറ്റ് ചെയ്യാൻ കുട്ടികളെയൊക്കെ ഇവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇപ്പോഴത്തെ മഹാദേവ് എന്ന് പറഞ്ഞാൽ ഒരു 19 വയസ്സുകാരനാണ്, സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് ഉള്ള ആളാണ്. അപ്പോൾ ഈ മഹാദേവൊക്കെ അന്ന് ആ സമയത്ത് വളരെ ചെറിയ കുട്ടി, ഒരു 11-12 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കുട്ടികളെയാണ് അഫീഫ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ടാൽറോപ്പ് പറയുന്നത് ഇവരൊക്കെ ഫ്യൂച്ചർ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സൊക്കെ ആകും, ഇവരിലൂടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ശരിക്കും ആ കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുമ്പം അന്ന് ആ ഫീൽ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു ജേണിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ജനറേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കാലത്ത് പലർക്കും പല ആഗ്രഹങ്ങളും പല കഴിവുകളും ഉണ്ടായിരുന്നവരാണ്. പക്ഷേ അതൊന്നും ശരിക്കും കണ്ടെത്തി അതിനൊന്ന് ട്രെയിൻ ചെയ്തെടുക്കാനോ അതിന് വേണ്ട ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ പലപ്പോഴും ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സിൽ ആരെങ്കിലും ഇന്ന് കാണുന്നേക്കാളും കുറച്ചുകൂടി ഒരു ഉയർന്ന നിലയിൽ എത്തേണ്ടത്. പക്ഷേ ഇപ്പോൾ അവർ കാണുന്ന വെച്ചാൽ നമ്മൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള കുട്ടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കളിക്കുടുക്കയോ പാലരമയൊക്കെ വാങ്ങിച്ച് ശക്തിമാനൊക്കെ കണ്ട് മറ്റേ ചീരയാണ് അതിൻ്റെ ആഹാരം പോപ്പോ എന്ന ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ ഓർമ്മ വരുന്നത്. കാരണം അത്രയേ ഉള്ളൂ. അത് അപ്പോഴും എന്തൊക്കെയോ സയൻറ്റിസ്റ്റ് ആവണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും തോട്ടും ജാം എക്സാമിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കൂടുതലൊരു റിസർച്ച് ചെയ്ത് അതിനെപ്പറ്റി ഡെപ്തിൽ എവിടെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കുട്ടികളെ കാണുമ്പോൾ എനിക്കൊരു എന്തായാലും ഒരു ട്രസ്റ്റ് ഉണ്ട്. കാരണം നമ്മുടെ ഒപ്പമാണ് നിൽക്കുന്നത്, നമ്മുടെ അറിവ് അവർക്കുണ്ട്, അവർക്ക് കുറച്ചുകൂടി ഒരു റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിലേക്ക് ഡീപ്പായിട്ട് പോകാനുള്ള നോളജ് പല കുട്ടികൾക്കും അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എന്താണ് എനിക്ക് വിശ്വാസമായിരുന്നു എന്തായാലും അവരൊക്കെ ആ ലെവലിലേക്ക് എത്തുമെന്നുള്ളത്. കാരണം വെച്ചാൽ അവർക്ക് അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. നമ്മളിലൂടെയുള്ള ഇൻട്രാക്ഷൻസ് അവരായിട്ട് തന്നെ സെൽഫായിട്ട് കുറേ കാര്യങ്ങൾ അവർക്ക് കുറച്ചുകൂടി ബേസ് ഉണ്ടായിരുന്നു നമ്മളെക്കാലൊക്കെ. നമ്മളിതൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരെങ്കിലും നമ്മൾ കൂടുതലും ചോദിക്കുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്നവരാണ്. അവർ അങ്ങനെയല്ല, കുറച്ചുകൂടി ഒരു ടെക്നോളജി വേൾഡ് ആയതുകൊണ്ട് തന്നെ ഫോണിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സെർച്ച് ചെയ്തും ലേൺ ചെയ്തൊക്കെ അവർ കുറച്ചുകൂടി പഠിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ആദ്യത്തെ 6 മാസം സാലറി ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ അടുത്ത 6 മാസം 10,000 രൂപ സാലറി കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ അത് 5,000 10,000 ആവുന്നു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴൊക്കെ അപ്പോൾ ഒരു സാലറി ഒന്നും ഇല്ലാതെ ഇങ്ങനെ വന്ന് രാവിലെ 6:45 വന്ന് നിന്ന് ഈ കുട്ടികളോടൊപ്പം നിന്ന്, അപ്പോൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് വന്നു. അപ്പോൾ ആ നോളജും ടാൽറോപ്പ് തന്നേക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഉപയോഗപ്പെടുത്തി ഈ 10 വയസ്സുകാരെ കൊണ്ട് മോൾഡ് ചെയ്ത് റെഡിയാക്കി വരുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സാലറി ഇല്ലാതെ വർക്ക് ചെയ്യാൻ ഉള്ളൊരു മാനസികാവസ്ഥ. 2, ഇവരൊക്കെ ടാൽറോപ്പ് പറയുന്നത് പോലെ ആ ലെവലിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം. ഓക്കെ. ഇതൊക്കെ തന്നെ എന്താണ് എങ്ങനെ ആ ഒരു ഫീൽ ഉണ്ടായി? അതല്ലെങ്കിൽ എന്താണ് ഇവിടെ എന്തെങ്കിലും കിട്ടിയ ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ഒരു 6 മാസം അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് ഒരു സാലറി കിട്ടി സെറ്റിലാകുന്നേക്കാളും ഇപ്പോൾ പല ഇൻ്റർവ്യൂ കലക്ടറോളിൽ പോലുള്ള പല ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് മിനിമം ഒരു 15 അന്നൊരു 15 അല്ലെങ്കിൽ 20 ഒരു 20K പാക്കേജിൽ കയറാൻ പറ്റുമായിരുന്നു. എന്നിട്ടും ഞാനൊരു സാലറി ഇല്ലാതെ വരിക, ഇൻറ്റേൺഷിപ്പായിട്ട് വരിക, കുട്ടികളെ മാത്രം പഠിപ്പിക്കുക. അതിന് പലരും അതിലെന്തായാലും എന്തെങ്കിലും കാര്യമുണ്ട്, ഇത് വെറുതെ ഒരു ടൈം പാസ്സായിരിക്കും, ഇതിലൊന്നും കാര്യം ഉണ്ടാവില്ല എന്ന് പലപ്പോഴും പറയുമ്പോഴും ഇല്ല, നമുക്കൊരു സൊസൈറ്റിയിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന രീതിയിലുള്ളൊരു ജോബ് അവിടെ ഒരിക്കലും 6 മന്ത്സ് എക്സ്പീരിയൻസ് കിട്ടിയിട്ട് തിരിച്ചു പോകണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എത്ര നാൾ മാക്സിമം നിന്ന് ഒരു സിഗ്നേച്ചർ അതിൽ പതിപ്പിക്കാൻ പറ്റുമോ അത്രയും നാൾ ആ ജേണിയുടെ ഒപ്പം ഉണ്ടാകണം എന്നൊരു ഡിസിഷനിൽ തന്നെയാണ് ഇനിഷ്യലി മുതലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ സിലിക്കൺ വാലി എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ടാൽറോപ്പ് എപ്പോഴും പറയുന്നത് എന്താണ്, ഇൻഫ്രാസ്ട്രക്ചർ, ടാലൻറ്റ്, ഇന്നോവേഷൻ എന്നാണ്. അപ്പോൾ സിലിക്കൺ വാലി എന്നുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ, ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്ക് സുക്കർബർഗ് എന്നുള്ള ടാലൻറ്റ് ഫേസ്ബുക്ക് എന്നുള്ളൊരു ഇന്നോവേഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതുപോലെ കേരളത്തിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ഭാഗത്തേക്കും സ്കൂളുകളിലും കോളേജുകളിലും ഗ്രാമങ്ങളിലേക്കൊക്കെ ടാൽറോപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ അത് കോളേജുകളിൽ ടെക്കീസ് പാർക്കായിട്ട്, സ്കൂളുകളിൽ ഇൻവെൻറ്ററി പാർക്കായിട്ട്, ഗ്രാമങ്ങളിൽ വില്ലേജ് പാർക്കായിട്ട് ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്നു. അവിടെ മഹാദേവിനെയും സിയാദിനെയൊക്കെ പോലുള്ള ടാലൻറ്റുകൾ 10 വയസ്സ് മുകളിലോട്ടുള്ള ടാലൻറ്റുകളെ കണക്ട് ചെയ്യുന്ന എല്ലാ ഗ്രാമങ്ങളിലും ടാലൻറ്റ്. ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞതുപോലെ എന്താണ്, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞതുപോലെ ഗ്രാമങ്ങളിൽ എന്തുണ്ട്, നമുക്ക് ടാലൻസ് ഉണ്ട്, ആത്മാവുണ്ട്. ഇവരെ നമുക്ക് ടെക്നോളജിയിലൂടെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് ഇവരിലൂടെ ഇന്നോവേഷൻസ് കൊണ്ടുവരണം. ഇന്നോവേഷൻസ് പറഞ്ഞാൽ ഇപ്പം ഗ്രാമങ്ങളിൽ കുടിവെള്ളമില്ല എങ്കിൽ അവിടെ കുടിവെള്ളം എത്തിക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ടെക്നോളജി, ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഭൂമിക്കടിയിൽ ആവശ്യം പോലെ വെള്ളമുണ്ട്, മഴ ആവശ്യം പോലെ കിട്ടുന്നുണ്ട്, അന്തരീക്ഷത്തിന് പോലും വെള്ളം ഫിൽറ്റർ ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്, സൂര്യപ്രകാശത്തെ പോലെ എനർജി ആക്കാനുള്ള ടെക്നോളജി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്രാമങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നം, അതിപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലാകാം, അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിലാകാം, അതല്ലെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷനിൽ തന്നെ ആകാം, നമ്മളുടെ സമൂഹം നേരിടുന്ന ഓരോ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ്. കാര്യം എല്ലാ മനുഷ്യനും ഒരു വരുമാനം വേണം, ഒരു ജോബിലൂടെ ഒരു വരുമാനം വേണം. അവർക്ക് എന്താണ് അവർ ഇപ്പോൾ സമൂഹത്തിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ
ഉണ്ടാവണം. അപ്പോൾ വ്യക്തികൾക്ക് ജോബും സമൂഹത്തിന് ഇൻവെൻഷൻസും വേണം. അപ്പോൾ ഇത് കൊണ്ടുവരേണ്ട ടാലൻറ്റുകളിലൂടെ പുതിയ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഇന്നോവേഷൻസ് കൊണ്ടുവരണം. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, ടാലൻറ്റ്, ഇന്നോവേഷൻ എന്നുള്ള ടാൽറോപ്പ് പറയുന്ന ഈ വിശാലമായ കാഴ്ചപ്പാട്, ഈ സിലിക്കൺ വാലി മിഷൻ, ഇപ്പോൾ ടാൽറോപ്പിൻ്റെ പുതിയ ടീം മെമ്പേഴ്സ് ഓരോരുത്തർ വരുമ്പോഴും ആസ് എ CEO ഞാൻ ഇങ്ങനെ അവരോട് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ആദ്യത്തെ ടീം മെമ്പേഴ്സ് ഇപ്പോൾ 2015 നമ്മുടെ ഫസ്റ്റ് ഒരു ടീം വന്നു, 2014 ഒരു ടീം വന്നു, 2017 ഒരു ടീം വന്നു, 2018 ടീമിലാണ് അഫീഫ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ടീമിൽ അന്ന് ഞാൻ ഇങ്ങനെ ഈ വിശാലമായ കാഴ്ചപ്പാട് പറയുമ്പോൾ എക്സാക്ട്ലി എന്താണ് ഫീൽ ചെയ്തിരുന്നത് ആ സമയത്ത്? എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഒരാളുടെ ലക്ഷ്യം ആണ് അതെനിക്ക് ശരിക്കും അച്ചീവ് ചെയ്യാൻ പറ്റും തന്നെയായിരുന്നു. കാരണം ആ ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ വന്ന് നിന്നത്. കാരണം ആ ഒരു ജേണിയിൽ അല്ലെങ്കിൽ ഇത് നമുക്ക് സാധ്യമാകുന്ന കാരണം ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് മാത്രമേ എന്ത് കാര്യമായാലും നടന്നിട്ടുള്ളൂ. അതിപ്പോൾ ഒരു ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യം. കാരണം ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഒരു തുടക്കക്കാരൻ വേണം. പിന്നെ അവരിലൂടെ അവരെ പിൻപറ്റി വരുന്നവരിലൂടെ അത് സക്സസ് ആവും. അപ്പോൾ ഞാനത് ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ടാൽറോപ്പിലേക്ക് എത്തിയത്. കാരണം ഇത് ഇപ്പം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഒരേ രീതിയിലുള്ള കുറച്ച് സിലബസും കാര്യങ്ങളും ഒരേ മെത്തേഡിലൂടെയുള്ള ലേണിങ്ങും പ്രോസസ്സും സ്കൂളിൽ ടൈമിങ് എല്ലാത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വിചിത്രമായിട്ട് അല്ല വിചിത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റം എപ്പോഴായാലും എല്ലാ കാര്യത്തിലും ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം അത് ചിലപ്പം നമുക്ക് ടാൽറോപ്പിലൂടെ സാധ്യമാകും എന്നുള്ളൊരു ട്രസ്റ്റ് തന്നെയാണ് ഞാൻ ആ ഒരു ഫസ്റ്റ് ഡേ മുതലേ തന്നെ ഇതിലേക്ക് നിൽക്കുന്നത്. ഇപ്പോൾ പുതിയ ടീം മെമ്പേഴ്സൊക്കെ ടാൽറോപ്പിൽ വരുമ്പോൾ അഫീഫയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത്? അവരോട് എന്താണ് പറഞ്ഞത്? അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അവരെ ഇൻസ്പയർ ചെയ്യുന്നത്, അവരോട് ഈ മിഷൻ എങ്ങനെയാണ് അഫീ എന്ന് വിശ്വസിച്ചതുപോലെ? സിംപ്ലി പറയുന്നത് മിഷൻ അതിനൊക്കെ പുറമെ നമ്മളൊരു എന്ത് കാര്യമാണെങ്കിലും നമുക്കൊന്ന് അത് കേട്ടിട്ട് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. അത് നമ്മുടെ ഏരിയ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പിന്നെ നമുക്കതിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടോ നോക്കുക. ഇപ്പം എല്ലാവരും ഒരുപോലെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്നവരല്ല. ചിലർക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പാക്കേജ് കിട്ടി നല്ലൊരു സെറ്റിൽഡായിട്ട് വൈറ്റ് കോളർ ജോബ് ചെയ്ത് അതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തി ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ള ഒരു ഓപ്ഷൻ ആയിരിക്കില്ല ചിലപ്പോൾ ടാൽറോപ്പ്. ഇപ്പോൾ എന്നെ പോലുള്ള രീതിയിൽ ഇപ്പോൾ സാലറി കിട്ടിയില്ലെങ്കിലും സാരമില്ല, സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു വിഷനില്ലെങ്കിൽ വന്നിട്ട് അവിടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങളോടൊപ്പം വരണം എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ എപ്പോഴും അവർക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ അലൈനാകാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു മിഷൻ്റെ പുറത്ത് അലൈനാകാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഡ്രീം ഇതൊക്കെ തന്നെയാണോ എങ്കിൽ നിങ്ങൾ നിന്നോ. അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള സ്ഥലം ഇതല്ല. അത് ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ പറയുന്നില്ല. ശരിക്കും നിങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അത് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ റിഗ്രറ്റ് ചെയ്യരുത്. ഇതാണ് ഞാൻ ഏറ്റവും ബേസിക്കായിട്ട് എല്ലാ ടീം മെമ്പേഴ്സിനും കൊടുക്കുന്നത്. ഇപ്പോൾ ടാൽ റോപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ടാലൻറ്റുകൾ റോപ്പ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അപ്പം റൈറ്റ് ടാലൻറ്റ് റോപ്പ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അതായത് ഒരാൾ ഒരു പക്ഷേ ഇതിന് ആപ്റ്റല്ല, അവർക്ക് അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ജോബ് ചെയ്ത് പോവുക, എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുക, കുറച്ച് സാലറി കിട്ടുക, ആ സാലറി കിട്ടിയിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവുക. അങ്ങനെയുള്ളവർക്ക് പറ്റിയ സ്പേസ് അല്ല ടാൽ റോപ്പ് എന്ന് അഫി വിശ്വസിക്കുന്നുണ്ടോ? ശരിക്കും അങ്ങനെയുള്ള അവർക്കും പറ്റും. കാരണം അവർ ശരിക്കും പറഞ്ഞാൽ ടാൽറോപ്പ് ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയുള്ള ഒരാളെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി എപ്പോഴും കരിയർ ഫോക്കസ്ഡ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാക്കി സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി സൂട്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ലിമിറ്റ് ചെയ്യില്ല. അതായത് എനിക്ക് ഇത്ര പാക്കേജ് മതി, എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണമെന്നില്ല. ഇപ്പം നമ്മൾ സിലിക്കൺ വാലി മിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരള ടു കാസർഗോഡ് ഉണ്ട്, വേൾഡ് വൈഡ് നമ്മൾ എക്സ്പാൻഷനിലാണ്, UAE ഓഫീസുണ്ട്. എവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റുന്നവർ, മറ്റവർ കുറച്ചുകൂടി ഒരു കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്. ഇവിടെ അങ്ങനെ ഒരു കംഫർട്ട് സോണിന് പുറമെ അവരുടെ ഒരു മൈൻഡിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അതായത് പാറിപ്പറന്ന് നടക്കുന്നതിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നവരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി സൂട്ടബിൾ ആയിരിക്കും. മറ്റുള്ളവർക്കും ഓക്കെയാണ്, പക്ഷെ ഇത് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് വിട്ടുകൊടുത്തോട്ടെ, അവരെ എക്സ്പ്ലോർ ചെയ്യട്ടെ കൂടുതൽ. അതെ, കംഫർട്ട് സോണിന് പുറത്ത് ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളൊരു സ്പേസാണ്, ഒരു ലീഡർ ആകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു സ്പേസാണ് ടാൽറോപ്പ്. കാരണം എന്നിലൂടെയും ഒരു 5-10 ടീം വളരുന്നുണ്ട്, അവർക്ക് കരിയർ ഉണ്ടാവുന്നുണ്ട്, അവരിലൂടെ ഞാൻ ഇത്രയും ഒരു സൊസൈറ്റിയുടെ ഒരു പാർട്ടാകുന്നുണ്ടെന്നൊക്കെ കാണാൻ പറ്റുന്ന ഒരാൾക്ക് കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ടാൽറോപ്പ് അങ്ങനെയാണ് ഒരു ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ കുട്ടികൾ 10 വയസ്സുള്ള കുട്ടികളെ പിക്ക് ചെയ്യുന്നു, അവർ നാളത്തെ ലീഡേഴ്സ് ആകണമെന്ന് പറയുന്നു, അവരിലൂടെ കേരളത്തിൽ വലിയ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവണമെന്ന് പറയുന്നു, അത് ലോകത്തേക്ക് എത്തണമെന്ന് പറയുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരു ഡിസ്ട്രിബ്യൂഷൻ
ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റിലും നാഷണലും ഇൻ്റർനാഷണലും ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിഷനിലേക്ക് ഏറ്റവും അധികം ഫ്രഷേഴ്സിന്, ഇപ്പോൾ ടാൽറോപ്പിൻ്റെ ഒരു പ്രത്യേകത തന്നെ ടാൽറോപ്പ് ഫ്രഷേഴ്സിന് ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. നോട്ടീസ് പീരീഡ് ഇല്ലാത്തൊരു കമ്പനിയാണ്. ഇന്ന് റിസൈൻ ചെയ്തെന്ന് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തേക്കുന്നത് ഒരു നമ്മൾ പറയുന്ന ഒരാശയത്തെ അത്രമേൽ ആഗ്രഹിക്കുന്ന ടാലൻറ്റുകൾ ഡ്രോപ്പ് ചെയ്യപ്പെടുകയും അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്യും. ആ ആവാസ വ്യവസ്ഥയിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ ടാലൻറ്റ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ട് മാജിക്കുകൾ സംഭവിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കേരളം, ഒരു നാളെ, അതാണ് നമ്മളെല്ലാവരും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് അഫീഫ വന്നു. ഇപ്പോൾ 8 വർഷമായി. ഇപ്പം 2025 നിൽക്കുന്നു. നമ്മൾ 2030 സിലിക്കൺ വാലി മിഷൻ കംപ്ലീറ്റ് ആകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഫീഫയുടെ അണ്ടറിൽ, എഫ്ഇയുടെ അണ്ടറിൽ ഇപ്പോൾ ഒരുപാട് ടാലൻസുകളുണ്ട്. അപ്പം ഇവരൊക്കെ നോക്കിക്കാണുമ്പോഴേക്ക് ഒരു പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അറിയാമല്ലോ നമ്മുടെ സിലബസിൽ നോർമലി എങ്ങനെയാണ് ശരിക്കും ഞാനൊരു ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിലബസ് ചെറുതിലേ മുതൽ ഒരു 4th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് പഠിച്ചത്. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമുള്ള പല നാടുകളും ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാര്യത്തിൽ നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എന്തുകൊണ്ട് IT ചൂസ് ചെയ്തു, IT വന്നു എന്ന് വെച്ചാൽ 10th ഞാൻ ബയോളജി പഠിക്കുമ്പോഴും എനിക്ക് കുറച്ചുകൂടി ടെക്നിക്കൽ രീതിയിൽ പോകണം, ഒരു ഓൺട്രപ്രണർ ആകണം, അല്ലെങ്കിൽ ഒരു അധ്യാപകനേക്കാളും ഒരു ഡോക്ടറിനേക്കാളും ഒരു ബിസിനസ്സിൽ അങ്ങനെയുള്ളൊരു പാഷൻ തോന്നിയാണ് ഞാൻ അതിലേക്കൊക്കെ എത്തുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ടാൽറോപ്പിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഈവൻ സാലറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞാൻ അപ്പോഴും ഫോക്കസ് ചെയ്യുന്ന കരിയർ ഗ്രോത്ത്, സൊസൈറ്റി, അവിടുത്തെ ഒരു ചേഞ്ച് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഇനിഷ്യലി ഞാൻ പറഞ്ഞു, ടാൽറോപ്പിൽ ഞാൻ വരുമ്പോൾ അന്ന് വളരെ കുറച്ച് ടീം മെമ്പേഴ്സ് ഉള്ള ടൈമിൽ ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ വരുമ്പോൾ വളരെ ചുരുങ്ങിയ ചിലരിൽ ഒരാളാണ്, ഒരു ഇന്ത്യൻ ആയിട്ടാണ് ഞാൻ അവിടെ എത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ഇത്ര വർഷം കൊണ്ട് എൻ്റെ അണ്ടറിൽ ഇത്രയും എനിക്കുണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് അത്രയും വലുതാണ്. അതിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ അതവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു മിഷൻ സക്സസ് അഫിയൊക്കെ വരുന്ന ഒരു സമയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ 2015 ടാൽറോപ്പ് തുടങ്ങി, നല്ലൊരു സ്ട്രോങ് IT ടീമിനെ ഞാൻ ബിൽഡ് ചെയ്തു. 2016 നമ്മൾ കൊച്ചി ഇൻഫോ പാർക്കിലേക്ക് വന്നു. നല്ലൊരു ടീമാണ്, 60 പേരുടെ ഒരു ടീമുണ്ടായി. അപ്പോൾ ആ സമയത്ത് കറൻസി നിരോധിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു ക്രൈസിസ് വന്നു. അവസാനം ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ ഓഫീസ് നമുക്ക് വിടേണ്ടി വന്നു. ഇത് നമ്മൾ 2016 ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, 2017 ഫസ്റ്റിൽ നമ്മൾ അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത്, ഒരു മംഗലപുരം എന്നുള്ളൊരു സ്ഥലത്തൊരു വീടെടുത്തിട്ട് നമ്മൾ റെൻറ്റിന് നിന്ന് പിന്നെ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ക്യുസാറ്റിൽ നിന്നൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ പിന്നെ നമ്മൾ കൊല്ലം ടെക്നോ പാർക്കിൽ കുറച്ച് നാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു. അങ്ങനെ അവസാനം നമ്മൾ KVUPS ടെക്കീസ് പാർക്കിലേക്ക് എത്തി. KVUPS ടെക്കീസ് പാർക്ക് ലോഞ്ച് ചെയ്ത് 3-ാം മാസമാണ് എന്ത് ചെയ്യുന്നത് അഫി വരുന്നത്. അപ്പോൾ അന്ന് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ക്രൈസിസ് കഴിഞ്ഞ് നമ്മളടുത്ത് പുതിയ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫസ്റ്റ് ടീം മെമ്പറാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ടീം മൊത്തം നമ്മുടെ പോയി. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഴ്സ് അല്ലാതെ എക്സിസ്റ്റിംഗ് ടീം എല്ലാം പോയിട്ടും പിന്നെ ക്യുസാറ്റിൽ നിന്ന് ടീം, ഇപ്പോൾ ജോൺസ് വജീഷ് അടങ്ങുന്ന ടീം ഫൈനൽ ഇയർ എക്സാമിൻ്റെ ആ ടൈമാണ്, അവർ കഴിഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ വന്നിട്ടുള്ള ടാൽറോപ്പിൻ്റെ ഫസ്റ്റ് ടീം മെമ്പറാണ്. അതായത് ടാൽറോപ്പ് റീസ്ട്രക്ചർ ചെയ്തിട്ട് സെക്കൻഡ് ടീമിനെ, ആ ഒരു ടീമിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്രൈസിസ് കഴിഞ്ഞിട്ട് റീബിൽഡ് ചെയ്യുന്നതിൽ ഒരു ഫസ്റ്റ് ടീം മെമ്പറായിട്ടാണ് അഫി വന്നിരുന്നത്. അപ്പോൾ ഞാൻ അഫീനെ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞിട്ടുണ്ട്, ഇൻസ്പയറിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആൻഡ് അവരൊക്കെ നിൽക്കുന്നത് പോലെ. അപ്പോൾ അതിലൊരു റീസൺ ഞാൻ അന്നൊരു കാര്യം കണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു വലിയൊരു ആശയം പറഞ്ഞു, പക്ഷേ അതിലൊരു ക്രൈസിസ് വന്ന സമയത്ത് ഒരുപാട് ആളുകൾ നമ്മൾ അവിശ്വസിച്ച് തുടങ്ങി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ഓക്കെ, ഇനി ഈ ടീമിനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഒരു പുതിയ ടീമിനെ വന്നിട്ട് അവർ ഫ്രഷായിട്ട് ചിന്തിക്കുന്ന ആളുകൾ നമുക്കൊപ്പം വരണം. അപ്പോൾ മറ്റവരോട് നമ്മൾ പറഞ്ഞാൽ ഇതൊക്കെ കുറേ കേട്ടിട്ടുള്ളത് തന്നെ, ഇതിനേക്കാളും വലിയ കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾ വലിയ ഇൻഫോ പാർക്കിലേക്ക് വലിയ ഓഫീസൊക്കെ തുടങ്ങിയിട്ടല്ലേ അവിടെ നിന്നെല്ലാം കൂടെ പൂട്ടിയല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം എന്ന് പറയുന്നൊരു സമയത്താണ് അഫി എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ആ വരുന്ന സമയത്ത് ഞാൻ അഫി എടുത്ത് പറയുന്നൊരു സംഭവമുണ്ട്, ചുറ്റും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും, പക്ഷേ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. പക്ഷേ നമുക്ക് എന്ത് വേണം, അതിൻ്റെ പുറകിൽ ഇറങ്ങി നിൽക്കാനുള്ള ഒരു സംവിധാനം വേണമെന്ന് പറയുമ്പോൾ അന്ന് അത് ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്ത ഒരാളാണ് അഫി. ഓക്കെ, ആ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ഇവിടേക്ക് നിൽക്കുമ്പോൾ ഒരു പുതിയ ടീം മെമ്പർ വരുമ്പോൾ ഈ ഒരു ബ്ലൈൻഡ് ട്രസ്റ്റിനെ പറ്റി ട്രെയിൻ ചെയ്യുമ്പം എങ്ങനെയാണ് അവർ ട്രെയിൻ ചെയ്യുന്നത്? ഞാൻ അവരോട് എപ്പോഴും ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളിപ്പം ഇതിൽ എന്ത് കാര്യം, ഇതിലല്ല എന്ത് കാര്യം, നിങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പ് ആവട്ടെ, ബിസിനസ് ആവട്ടെ, എന്ത് കാര്യത്തിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിലേക്ക് മാറും. കാരണം അവിടെ നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ഇത് നടക്കുമോ, ഇതിങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ളൊരു നെഗറ്റീവ് തോട്ടോടൽ നിങ്ങൾക്ക് തോന്നി, ഇത് വ്യത്യസ്തമായിട്ടുണ്ടല്ലോ, ഇതെന്തായാലും പൊളിക്കും, അടിപൊളിയാകും, ഈ ഒരു തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 5 to 10 years കഴിഞ്ഞ് ഇങ്ങനെ ആകുമെന്നൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഏതൊരു കാര്യവും തുടങ്ങുക. ആ ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് നിർത്തുന്നത്. നമ്മൾ ഉള്ളിലൊരു ചെറിയൊരു ഒരു സംശയത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റുമ്പോൾ നമ്മൾ ഫസ്റ്റ്
അന്നേ എൻ്റെ മനസ്സിലത് തോന്നിയിരുന്നു, അല്ലെങ്കിൽ ഞാനത് തിങ്ക് ചെയ്തിരുന്നു, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ ഒരു ഉട്ടോപ്യൻ ആശയങ്ങളല്ലേ, ഇതൊക്കെ എന്ന് വരാനാണ്, ഇവിടെ ആരും ചിന്തിക്കാത്തവർ ഇത്രയും കോടാനുകോടി ജനമുള്ള കേരളത്തിൽ ഇത്രയും പേര് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കേരളത്തിന് പുറത്ത് പോയി അവിടെ നിന്ന് ഇന്ത്യയിലെത്തി ഇന്ത്യക്ക് പുറത്ത് പോയി ഇതൊക്കെ എന്ന് സക്സസ് ആവാനാണ്. അങ്ങനെയല്ലേ, ഇത് എന്തായാലും നടക്കും. ഇപ്പോൾ എന്നെപ്പോലെ വിശ്വസിക്കുന്ന 10 പേര് മതി, ആ 10 പേരിലൂടെ പിന്നെ ഒരു 10 പേര്, ഇങ്ങനെ ആ ഒരു അന്നേ ഒരു ആ ട്രസ്റ്റിലാണ്. അപ്പോൾ ആ ട്രസ്റ്റിലാണ് ഞാൻ എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഞാൻ അതിലൊരിക്കൽ ഇന്ന് ഈ നിമിഷം വരെ ഒരിക്കൽ പോലും ബാക്കിലോട്ട് ചിന്തിക്കുക ഒരു സംശയം പോലും വന്നിട്ടില്ല. അങ്ങനെ നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലാണ് അത് നമ്മളെയും കൂടുതൽ സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എന്തെങ്കിലും പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് മാറിക്കുക, പിന്നെ പകുതി വഴി വീണു പോരും. അതെ, ഒരു സബ് കോൺഷ്യസ് ബിലീഫാണ്. നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ അത് സക്സസ് ആകുമെന്ന് നമ്മൾ വിശ്വസിച്ചാലേ പിന്നെ നമുക്കത് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊരു അതിൻ്റെതായ കുറേ എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാകേണ്ടി വരും. കാരണം നമ്മൾ പുതിയൊരു ജേണിയാണ്, മുൻ മാതൃകകൾ നമുക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മളായിട്ടുള്ള കുറേ എക്സിക്യൂഷൻ ഫെയിലറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ജേണിക്കകത്ത്. പക്ഷേ അതെല്ലാം കുറേ ലേണിംഗ് ആണ്. അതിലൂടെ നമ്മൾ ഫെയിലായതിൽ നിന്ന് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ റീതിങ്ക് ചെയ്യുക, റീലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആവും, ഈ എക്സിക്യൂഷനിൽ ഇവിടെ ഫോൾട്ട് വന്നു, കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ബെറ്റർ ആക്കാനായിട്ട് പറ്റും. ഇതെല്ലാം ഓരോ ലേണിംഗ് ആണ്. ആ ഒരു ജേണി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആ പ്രോസസ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. ഒരു സബ് കോൺഷ്യസ് ബിലീഫ് വേണം, ഓക്കെ, ട്രസ്റ്റ് വേണം, നമ്മൾ സക്സസ് ആകുമെന്ന്. എന്നിട്ട് ആ സക്സസിനനുസരിച്ച് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമാക്കി എടുത്ത് വരണം. ഒരു ലോങ് ടൈം ചിന്തിക്കാൻ കഴിയും. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നതിനൊപ്പം നമ്മുടെ മൈൻഡും അതിനൊപ്പം, നമ്മുടെ ഉപബോധ മനസ്സ് അതിനൊപ്പം വർക്ക് ചെയ്യാണ്. എത്താറായി ഇനി ഇതും കൂടെ നടക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തു. അതായത് ഇപ്പോൾ 2025 പറയുമ്പോൾ 2018 തൊട്ട് 2025 വരെയുള്ള ജേർണി നമ്മൾ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തു, ഇനി ഇത്രയും കുറച്ച് ചെയ്താൽ മതി. പക്ഷേ ആ കുറച്ച് എന്ന് പറയുന്നത് കുറേ വലിയ ജേണിയാണ്. പക്ഷേ നോക്കുമ്പോൾ ഇത്രയും ട്രാവൽ ചെയ്തല്ലോ, ഇനി ഇത്ര ട്രാവൽ ചെയ്താൽ മതിയല്ലോ. ഇത് നമ്മളെ മൈൻഡിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ഇപ്പം ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 1, 2, 3, 4 അല്ല എൻ്റെ സ്റ്റെപ്സ്. ഇപ്പോൾ 1 2 2 പിന്നെ 4 ആവും, 4 8 ആവും, 8 16 ആവും, 32 ആവും, 64 ആവും, 128 256. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോത്ത്, ബിസിനസ്സിൻ്റെ ഗ്രോത്ത് വരുന്നത് അങ്ങനെയാണ്. അപ്പം 2015 മുതൽ 18 വരെയുള്ള ജേണി അല്ല, 18 മുതൽ 25 വരെ. അപ്പം ഇത്രയും ഉണ്ട് നമുക്ക്. ഇപ്പോൾ 1000-ലധികം ടീം മെമ്പേഴ്സ് ഉണ്ട്, നമുക്ക് ഇത്രയും വലിയൊരു ബ്രാൻഡ് ഉണ്ട്, ഇത്രയും ഒരു ഗ്രോത്ത് ഉണ്ട്, എൻ്റെ മീഡിയം എല്ലാം ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സൊസൈറ്റിയും കൂടി ഉണ്ടായി ഇത് നമുക്ക് രൂപപ്പെട്ടു. നമുക്കൊപ്പം നാടും വളരെയാണ്. അതായത് ടാൽഡ്രോപ്പ് മാത്രമല്ല വളരുന്നത്, ടാൽഡ്രോപ്പ് വരുമ്പോൾ അവെയറായിട്ട് വരുന്നുണ്ട്. ഡിവൈസസ് എല്ലാവർക്കും നമ്മളന്ന് വരുമ്പോഴേക്ക് ഇത്രത്തോളം സ്മാർട്ട് ഫോൺ പെനിട്രേഷൻ ഒന്നും ഇല്ല, മാർക്കറ്റിലില്ല, ഇത്രത്തോളം IT നോളജ് ഇല്ല, സ്കൂളുകളിലൊരു സംഭവം വന്നിട്ടില്ല. അപ്പം നമ്മളന്ന് 2015 പറഞ്ഞു തുടങ്ങുന്ന സാഹചര്യത്തിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ്. പറയുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിവരിച്ചു കൊടുക്കും. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ഈവൻ ഇ ലേണിംഗ് വേണ്ടി നമുക്ക് ക്ലാസ്സസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കോവിഡ് വന്നതിന് ശേഷമാണല്ലോ ഇ ലേണിംഗ് ആളുകൾക്ക് ഫെമിലിയർ ആയി വന്നിട്ടുള്ളത്. അപ്പോഴാണ് അതിനൊരു സാധ്യത ഉണ്ട് എന്ന് പോലും പലരും റിയലൈസ് ചെയ്യുന്നത്. അതെ, ടെക്നോളജി എത്രത്തോളം ആവശ്യമാണ് ഗ്രാമങ്ങളിൽ മാറ്റം കൊണ്ടുവരിക. ഇപ്പം ജാക്മ അലിബാബ ഉണ്ടാക്കിയതുപോലെ ഇപ്പോൾ കേരളത്തിലെ കുടിൽ വ്യവസായങ്ങളെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കേണ്ട ഒരു ജാക്മയുടെയും ഒരു അലിബാബയുടെയും ആവശ്യകത എത്രത്തോളം ഉണ്ടെന്നും, അപ്പോൾ അതെങ്ങനെ നടപ്പിലാക്കാം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴേക്കും അത്രത്തോളം എന്താണ് 2015 ഇത്ര ഫെമിലിയർ അല്ല. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്നുള്ള ടേം പോലും നമ്മളെന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത്ര ഫെമിലിയർ അല്ലായിരുന്നു. പക്ഷെ ഇന്നതൊക്കെ മാറി. കുറേയധികം ഇപ്പോൾ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും പാരലി തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റേഴ്സും ആക്സിലറേറ്റേഴ്സും ഒക്കെ വന്നിട്ട് കേരളം നമ്മളാ പറയുന്ന സിലിക്കൺ വാലിക്ക് അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ അവിടെയും ടാൽഡ്രോപ്പ് അന്നും പറഞ്ഞത് ടാൽഡ്രോപ്പ് എന്നുള്ള ഒരു കമ്പനി കൊണ്ടായിരിക്കില്ല കേരളത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. നമ്മൾ തുടക്കക്കാരാണ്, നമ്മൾ തുടങ്ങി വെക്കുകയാണ്. പക്ഷേ ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളല്ലാതെ ഇതെന്തുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്തുകൂടാന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ വരും. അറിയപ്പെടാതെ നർച്ചർ ചെയ്ത് വരുന്ന ഒരു സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി വരുന്നത്. സ്കൂളുകളിൽ നമ്മൾ പറഞ്ഞ ആശയത്തിൽ നിന്ന് അവരും ചിന്തിച്ചിട്ട് അവരെന്തെല്ലാം പ്രോഗ്രാംസ് പുതിയതായിട്ട് കൊണ്ടുവന്നു, കോളേജസ് പുതിയതായിട്ട് കൊണ്ടുവന്നു. കാര്യം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം ഇപ്പം എന്താണ്, ബിൽഡിംഗ് എ സ്ട്രോങ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇൻ കേരള എന്നുള്ള ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 2020 ഞാനിപ്പോൾ നോക്കുമ്പോഴേക്ക് അതിന് ടാൽഡ്രോപ്പ് അന്ന് തുടങ്ങി വെച്ച ഇനിഷ്യേറ്റീവ്സ് എത്രയോ കമ്പനികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഏറ്റെടുത്തിട്ട് ചെയ്യുന്നുണ്ട്. എത്രയോ ആളുകൾ അത് ചെയ്യുന്നുണ്ട്. കാര്യം ത്രെഡുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. ഒരു മോഡൽ നമ്മൾ സക്സസ് ആക്കി കാണിച്ചു കഴിഞ്ഞാൽ അത് ആളുകൾ ഫോളോ ചെയ്യും. അങ്ങനെ ടാൽഡ്രോപ്പ് പറഞ്ഞ് 2030 ഇവിടെ സിലിക്കൺ വാലി ആകുമെന്ന് പറഞ്ഞത് ഇതിൻ്റെ 100% ഇനിഷ്യേറ്റീവ്സ് നമ്മളെടുത്തിട്ടല്ല. പക്ഷെ നമ്മൾ തുടങ്ങുമ്പം നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു.
പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം 100 കണക്കിന് പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ 2030 ആകുമ്പം 1000കണക്കിന് പ്ലേയേഴ്സ് ഉണ്ടാകും. അങ്ങനെ സിലിക്കൺ വാലി ഉണ്ടാകുന്നത്. ഇപ്പോൾ 945 സ്റ്റാൻഫോർഡിൽ ഒരു പ്രൊഫസർ ഒരു ലാബിൻ്റെ അകത്ത് ഒരു ഇൻഡസ്ട്രി പാർക്കിലേക്ക് അവർ തുടങ്ങുന്ന സമയത്ത്, ഇപ്പോൾ ഹ്യൂലറ്റ് പക്കാർഡ് എന്നുള്ള 2 വിദ്യാർത്ഥികളൊന്ന് HP കമ്പ്യൂട്ടർ തുടങ്ങുന്ന സമയം, അത് വളർന്ന ആ ഏരിയ സിലിക്കൺ വാലി ആകുന്ന സമയം, മാർക്ക് സുക്കർബർഗ് എന്നുള്ള 19 വയസ്സുകാരൻ വന്ന് ഫേസ്ബുക്ക് തുടങ്ങുന്ന സമയം, ജെഫ് ബെസോസ് വന്ന് ആമസോൺ തുടങ്ങുന്ന സമയം, ഗൂഗിളും മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് നിൽക്കുമ്പം അത് 1-2 വ്യക്തികളുടെ ഇനിഷ്യേറ്റീവ് അല്ല. ഒരു ഫെഡറിക് ടെർമാൻ്റെ ഇനിഷ്യേറ്റീവ്, ഒരു മാർക്ക് സുക്കർബർഗിൻ്റെ ഇനിഷ്യേറ്റീവ്, ഒരു സ്റ്റീവ് ജോബ്സിൻ്റെ ഇനിഷ്യേറ്റീവ് ഒന്നും അല്ലത്, അല്ലെങ്കിൽ ഒരു ജെഫ് ബെസോസിൻ്റെ ഇനിഷ്യേറ്റീവ് ഒന്നും അല്ലത്. ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ അവിടെ സംഭവിക്കും. ഇപ്പം നമ്മൾ തന്നെ തിരുവനന്തപുരം ടെക്നോ പാർക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ കഴക്കൂട്ടത്ത് ഒരു കാടാണ് ആ സ്ഥലം. ആ ഒരു കാട് ഇപ്പം കിടക്കുന്നുണ്ട്, നമുക്കൊരു ദുബായ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇനിഷ്യേറ്റീവ്സിൽ തുടക്കം ഒരു ടെക്നോ പാർക്ക് അവിടെ തുടങ്ങി, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ MNC കമ്പനീസ് അവിടെ വന്നു, വലിയ ഹോസ്റ്റൽസൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്യപ്പെട്ടു, അവിടെ വലിയ ഷോപ്പിംഗ് മോൾസ് വന്നു. ഇങ്ങനെ വന്ന് ആ നാട് ഭയങ്കരമായിട്ട് അങ്ങ് ഡെവലപ്പായി എന്ന് പറയുന്നത് പോലെയാണ് ഒരു ദിവസം ഇവിടെ സിലിക്കൺ വാലി ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പം ഒരു യൂത്തിനെ ഇത് വിശ്വസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതിൽ ഏറ്റവും ശ്രമകരമായ സംവിധാനം. ഇപ്പം കമ്പനിയിൽ ഏറ്റവും അധികം വിമൻ ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ലീഡ് ചെയ്യുന്ന അഫിക്ക് ആ വിമൻ ലീഡേഴ്സിൽ എന്താണ് ഒരു പ്രതീക്ഷ? ഈ പറയുന്ന കോൺസെപ്റ്റ്, ഈ പറയുന്ന ആശയങ്ങൾ, അവരും ഫ്യൂച്ചറിൽ വലിയ സംരംഭകർ. ഇപ്പം നമ്മൾ 100 സ്റ്റാർട്ടപ്പ്സ് എടുത്താൽ അതിൽ 1-2 പേരായിരിക്കും പെൺകുട്ടികൾ ഹെഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ പെൺകുട്ടികൾ CEO-മാരായിട്ടുള്ള വിമൻ ഓൺടർപ്രണേഴ്സ് വന്നിട്ടുള്ള സ്റ്റാർട്ടപ്പ്സ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ കൂട്ടി 30-40% ഇതിലേക്ക് ആക്കണം എന്ന് ടാൽറോപ്പിൻ്റെ ഒരു മിഷനാണ്. അപ്പോൾ അതൊക്കെ ലീഡ് ചെയ്യുമ്പം എക്സാക്ട്ലി എന്താണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വെക്കുമ്പോൾ ഈ സിലിക്കൺ വാലി മിഷനിൽ അവർക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും? അപ്പം പെൺകുട്ടികൾക്ക് കഴിവില്ല, പെൺകുട്ടികൾ അടുക്കളയിൽ കിടക്കേണ്ടവരാണെന്നൊക്കെ ഇങ്ങനെ കളിയാക്കി എല്ലാവരും പറയാറുണ്ട്. പക്ഷേ അതുമാത്രമല്ല, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യം, ഇപ്പോൾ പലരുടെയും കാര്യം നോക്കിയാൽ ഒരു വീടിൻ്റെ ഫിനാൻസ് കാര്യങ്ങൾ, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ എല്ലാം ഒരു ഓർഗനൈസ് ചെയ്ത് ഒരു ചാർട്ടോ കാര്യങ്ങളോ നോട്ടോ ഒന്നും ഇല്ലാതെ ഇപ്പം ഗ്യാസ് ബുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം 17-ാം തീയതി എടുത്തു, 25-ാം തീയതി എടുത്തു വെച്ചു, ഇന്നിപ്പോൾ 35 ദിവസമായി. ഇങ്ങനെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ അവർ കറക്റ്റ് അതായത് അവർക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ട്, അതിനുള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും. അപ്പോൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് മുന്നിൽ നിൽക്കുന്നവരാണ്. വെൻ കമ്പയർ ടു നമ്മുടെ ആണുങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പെൺകുട്ടികൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നത്. അപ്പം അവർക്ക് ഇത് കുറച്ചുകൂടി സ്റ്റാർട്ടപ്പിലേക്ക് വരാൻ പറ്റും. ഇപ്പോഴുള്ള ഒരു സൊസൈറ്റി അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഈ പറയുന്ന പോലെ മുൻമാതൃകകളില്ല, പല സംവിധാനങ്ങളുമില്ല. വളരെ റയറായിട്ട് വളരെ 1-2 സ്റ്റാർട്ടപ്പുകൾ വരുന്നു, അതിൽ 1-2 മാത്രം സക്സസ് ആവുന്നു. പിന്നെ അത് മാത്രമല്ല, ഫാമിലിയുടെ ഒരു സപ്പോർട്ടും ഒരു കമ്മ്യൂണിറ്റിയും ഒരു സൊസൈറ്റി ഒരു എക്കോ സിസ്റ്റം ഒക്കെ അവർക്ക് വേണം. കാരണം അവർക്ക് കുറച്ചധികം ലിമിറ്റേഷൻസ് എന്ന് പറയാൻ പറ്റില്ല. ഫാമിലി, കുട്ടികളെല്ലാം വരുമ്പോൾ അതും ഇതും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത്. ഇപ്പം ഞാനിപ്പം ടാൽറോപ്പിലൂടെ കാണുന്നത് വെച്ചാൽ ഇവിടെ ഒരു എക്കോ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ അവർക്ക് കുറേയധികം സിസ്റ്റത്തിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും, അവർ എല്ലാ ബേർഡനും കൂടി എടുക്കേണ്ടി വരുന്നില്ല. കുറേയധികം സിസ്റ്റത്തിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും കൂടെ കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് നല്ല രീതിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ആ ഒരു റേഷ്യോ നമ്മൾ വിചാരിക്കുന്നേക്കാളും ഒരു 2-3% ചിലപ്പം മുന്നിലേക്ക് എത്തും വുമൺ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പം കോർ ടാൽറോപ്പിൻ്റെ ഒരു പോളിസി തന്നെ അതാണ്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് സച്ചിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ബാറ്റ് ഉണ്ടാക്കി ഹെൽമെറ്റ് ഉണ്ടാക്കി പോകുമെന്ന് പറഞ്ഞാൽ സച്ചിൻ ബാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തടിപ്പണി പഠിക്കണം, ഹെൽമെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെൽഡിങ് പണി പഠിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് സച്ചിന് ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല. അപ്പോൾ സച്ചിൻ ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം അവിടെ ഫെസിലിറ്റേഷൻ കൊടുക്കണം. ഇതിനെ നമ്മൾ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ടാൽറോപ്പിൻ്റെ സ്റ്റാർട്ടപ്പുകളുടെ ഒരു സംഭവം തന്നെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് എന്ത് നോക്കേണ്ടതില്ല. ഇപ്പോൾ നമ്മളൊരു 10 സർവീസ് കമ്പനിയും പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആയിട്ട് വരണം. ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങളൊന്നും ആലോചിക്കേണ്ട, അത് ടാൽറോപ്പിൻ്റെ STRL പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് തരും. നിങ്ങൾ ചെന്ന് ഇരുന്നാൽ മതി, നിങ്ങൾ വർക്ക് ചെയ്താൽ മതി, ബാക്കി എല്ലാവരും നോക്കിക്കോളും. ഓക്കെ. നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട, അത് അൻവീൽ എന്നുള്ള കമ്പനി നോക്കിക്കോളും. നിങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സ് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട, അത് ഫ്യൂട്ക എന്നുള്ള കമ്പനി നോക്കിക്കോളും. നിങ്ങളുടെ അക്കൗണ്ട്സ് നിങ്ങൾ ആലോചിക്കേ വേണ്ട, ഫിനാൻസ് നിങ്ങൾ ആലോചിക്കേ വേണ്ട, അത് ഫിൻക്രസ്റ്റ് എന്നുള്ള കമ്പനി നോക്കിക്കോളും. നിങ്ങളുടെ ലീഗലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ വേണ്ട, അത് ലിബറ്റ് എന്നുള്ള കമ്പനി നോക്കിക്കോളും. നിങ്ങളുടെ IT കുറിച്ച് നിങ്ങൾ ആലോചിക്കേ വേണ്ട, അത് റിബോസ് എന്നുള്ള കമ്പനി നോക്കിക്കോളും. നിങ്ങളുടെ സെയിൽസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട, അത് DU എന്നുള്ള കമ്പനി നിങ്ങൾക്ക് തരും. നിങ്ങൾ ഇവൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത് യുമണി എന്നുള്ള കമ്പനി തരും. അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻറ്റ് സർവീസ് നോക്കേണ്ടത് പ്രിസ എന്നുള്ള കമ്പനി തരും. നിങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ ഒന്നും ആലോചിക്കേണ്ടത് കിൻഫിഗ് എന്നുള്ള കമ്പനി തരും. അല്ലെങ്കിൽ നിങ്ങൾ മീഡിയ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കേണ്ടത് മാക്ട് എന്നുള്ള കമ്പനികൾ. അങ്ങനെ ഒരു 10 സർവീസ് കമ്പനിയും ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയും 11 കാര്യങ്ങളിൽ നിങ്ങൾ ആലോചിക്കേ വേണ്ട. നിങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യും, നിങ്ങളുടെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യും, നിങ്ങളുടെ കോർ ഏരിയ എന്തോ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളതാണ് ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിന് ഏറ്റവും ബ്യൂട്ടി. അപ്പോൾ അവിടെയാണ് ഈ വിമൻ ഓൺടർപ്രണർഷിപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ വിമൻ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് നമ്മൾ വരുമ്പോൾ പറയുന്നത്. അവരിൽ മാത്രമല്ല എല്ലാവരിലും, എല്ലാ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നൊരു
സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ നമുക്കറിയാം ആ ആൾ തന്നെയായിരിക്കും കറണ്ട് ബില്ലടയ്ക്കാനും വാട്ടർ ബില്ലടയ്ക്കാനും വർക്കിംഗ് സ്പേസ് കണ്ടുപിടിക്കാൻ, ഒരു 2 സീറ്റാണെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യാനുള്ളൊരു സീറ്റ് കണ്ടുപിടിക്കാൻ എല്ലാത്തിനും ഓട്ടത്തിനാണ്. അതിൻ്റെ ഇടയിൽ ആ ആ കൺസെപ്റ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് കാരണം ഒരു ഡൗൺ ഉണ്ടാവുക. പക്ഷേ ഇവിടെ എല്ലാ സപ്പോർട്ടും കൂടെ ഒരു നട്ടിലുണ്ട്. മറ്റേത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ആളെ കമ്പ് കുത്തി നിർത്തുന്ന പോലെ ഒരു ഫീൽ, അതുപോലെയാണ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിപ്പം പെൺകുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ ഒരു എക്കോ സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു 10 സർവീസ് സിസ്റ്റത്തിലൂടെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ട് അവരുടെ കോർ കണ്ടന്റിലും ഇതൊരു സബ് കോൺഷ്യസ് ബിലീഫായിട്ട് ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റണം. ആ പെൺകുട്ടിക്ക് പറഞ്ഞത് ഇത്രയും വലിയൊരു സപ്പോർട്ടിംഗ് സിസ്റ്റത്തിലാണ് ടാൽറോപ്പിയിൽ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യപ്പെടുന്നത്. അപ്പം നിങ്ങൾ ഒരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പറ്റി കൺസേൺ ആവണ്ട. ഒരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നമ്മളെടുത്ത് ആ കുട്ടിക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ആ കുട്ടി ഒരു 18 വയസ്സാകുന്ന സമയത്ത് തന്നെ ആ കുട്ടിക്ക് എന്തെന്ന് കംപ്ലീറ്റ് റിയൽ എക്സ്പീരിയൻസും എക്സ്പോഷറും ഒക്കെ കിട്ടി ആ കുട്ടി പതിയെ ഒരു സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് ഒരു ബിലീഫ് ഉണ്ടാവണം. അപ്പോൾ ഒരാൾ തുടങ്ങാൻ നേരത്തെ തന്നെ അവർ നേരിടുന്ന ഒരു വെല്ലുവിളി എന്താണ്? എന്നെക്കൊണ്ട് ഇതെന്തായാലും എല്ലാം കൂടെ പറ്റില്ല, പിന്നെ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ ഇന്നതാണ്, ഇതെല്ലാം കൂടി വരുമ്പോൾ അവർ മടുക്കും. അപ്പോൾ അവരുടെ സബ് കോൺഷ്യസ് ബിലീഫ് നമ്മൾ ചേഞ്ച് ചെയ്യണ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഇവിടെ ഒരു വലിയൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. ആ സപ്പോർട്ടിംഗ് സിസ്റ്റം എന്നെ ബാക്ക് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ധൈര്യമായിട്ട് ഇറങ്ങും. ഈ ധൈര്യമാണ് ഇവിടുത്തെ പലപ്പോഴും പല പ്രശ്നം. പക്ഷേ നമ്മൾ ഒരു സ്റ്റെപ്പ് അങ്ങ് ഇറങ്ങിയാൽ, ചാപ്റ്റർ 1 ഇറങ്ങിയാൽ സ്വാഭാവികമായിട്ട് ചാപ്റ്റർ 2ലേക്ക് പോകും, ചാപ്റ്റർ 2 ചാപ്റ്റർ 3ലേക്ക് പോകും, ചാപ്റ്റർ 3 ചാപ്റ്റർ 4ലേക്ക് പോകും, അങ്ങനെ ചാപ്റ്റർ 100 ആവും. ഈ ലോകത്ത് ആരും ഒന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ലല്ലോ. ഒരു യൂസഫ് അലിയും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നില്ല, ഒരു മാർക്ക് സുക്കർബർഗും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നില്ല. എന്ന് പറയുമ്പോൾ ആദ്യത്തെ ചുവടുകൾ വെക്കാൻ തയ്യാറാവണം. പക്ഷേ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 2ാമത്തെ ചാപ്റ്ററിൽ എത്തുകയും വേണം. ഇവിടെ പലപ്പോഴും നമ്മൾ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളെന്ന് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് മുൻമാതൃകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചാപ്റ്റർ 1 വയ്ക്കാനുള്ള ധൈര്യം അവർക്കില്ല. വൺസ് അവർ ചാപ്റ്റർ 1 വെച്ചാൽ അത് ചാപ്റ്റർ 2ലേക്ക് എത്തുന്നില്ല. പല റീസൺസ് അവരെ ബാക്കിലോട്ട്, ഇൻ സൊസൈറ്റിയുടെ ഇമ്പാക്റ്റ്, ഫാമിലി ഇമ്പാക്റ്റ്, പല റീസൺസ് കൊണ്ട് ഒരു ബാക്കിലേക്കായി പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് സപ്പോർട്ടാണ് അവിടെ വേണ്ടത്. അപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ടാൽറോപ്പിന്റെ എക്കോ സിസ്റ്റത്തിലൂടെ ഒരു പെൺകുട്ടിയെ കൺവിൻസ് ചെയ്യാനും കഴിയും, അവരെ ഈ ചാപ്റ്റർ 1ലേക്ക് കൊണ്ടുവരാൻ കഴിയും, അത് ചാപ്റ്റർ 1ൽ നിന്ന് ചാപ്റ്റർ 100ലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പെൺകുട്ടികളോട് പുതിയതായിട്ട് നമ്മുടെ ടെക്നോളജി ഓൺടർപ്രണർഷിപ്പ് മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരുന്നു? നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മളതിൽ ബാക്കിലേക്ക് പോകരുത്, മുന്നിലേക്ക് തന്നെ വരും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ടാൽറോപ്പിൽ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ എത്തിപ്പെടട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരോടും പറയുന്നത്. അങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ടാൽറോപ്പിലേക്ക് വന്ന് നിങ്ങളുടെ ഡ്രീമും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റട്ടെ എന്ന് ഞാൻ പറയുന്നു. അതെ, ഇപ്പം നമ്മൾ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും, ഓൾമോസ്റ്റ് എല്ലാ ഗ്രാമങ്ങളിലും ടാൽറോപ്പിൻ്റെ വില്ലേജ് പാർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ വില്ലേജ് പാർക്കിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഓൾറെഡി ഉള്ള വിമൺ ഓൺടർപ്രണേഴ്സിനെ നമ്മൾ മിറർ ഹെയർ എന്നുള്ളൊരു പ്രോഗ്രാമിലൂടെ കൊണ്ടുവരുന്നുണ്ട്. ടെക്നോളജിയിലേക്ക് ഈ പറയുന്ന ഒരു മിഡിൽ ഏജ് കഴിഞ്ഞിട്ടൊരു ആളുകൾക്ക്, ഇപ്പോൾ ഒരു 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊന്നും വലിയതായിട്ട് ടെക്നോളജി അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ടെക്കി സിറ്റീസ് എന്നുള്ള ഫ്രീ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നുണ്ട്. ചെറിയ പെൺകുട്ടികളെ ടെക്നോളജിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പിങ്ക് കോഡേഴ്സ് എന്നുള്ള പ്രോഗ്രാം കൊണ്ടുവരുന്നുണ്ട്. കോളേജിൽ നിന്ന് പെൺകുട്ടികളെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എംപവർ ഹെയർ എന്നുള്ള പ്രോഗ്രാം കൊണ്ടുവരുന്നത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇനിഷ്യേറ്റീവ് ടാൽറോപ്പിൻ്റെ FMA.org വിമൺ എംപവർമെൻറ്റ് ഇനിഷ്യേറ്റീവിന് അണ്ടറിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ടാൽറോപ്പിൻ്റെ എക്കോ സിസ്റ്റത്തിൻ്റെ പാർട്ടാകാനുള്ള, എന്താണ് ടാൽറോപ്പ് എന്നും ടാൽറോപ്പിൻ്റെ എക്കോ സിസ്റ്റത്തിലൂടെ എങ്ങനെയൊക്കെ വളരാമെന്നും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാം ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തൊക്കെ അവർ സ്വപ്നം കാണുന്ന ലെവലിലേക്ക് എത്താൻ. ഇപ്പോൾ നമ്മൾ 28 ഇൻഡസ്ട്രികളാണ് എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ആ 28 ഇൻഡസ്ട്രിയിൽ ആവറേജ് ഒരു 5 സ്റ്റാർട്ടപ്പ് വെച്ചിട്ടാണ് ടാൽറോപ്പ് 140 സ്റ്റാർട്ടപ്പ്സുകൾ ഗ്ലോബൽ ബ്രാൻഡ് ആക്കണമെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ആമസോണും ഫേസ്ബുക്കും എന്നൊക്കെ കേൾക്കുന്നത് പോലെ ഒരു 140 ഗ്ലോബൽ ബ്രാൻഡുകൾ നമ്മൾ കേരളത്തിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണം. വൺസ് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മാജിക്കാണ്. കാര്യം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ എന്ത് ചെയ്യും, ലോകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ ഇവിടെ വരും, ക്യാപിറ്റൽ ഇവിടെ വരും. ഓരോ സ്റ്റാർട്ടപ്പ്സും 10,000-കണക്കിന് ആളുകൾ എന്ത് ചെയ്യും, ജോബിലേക്ക് എടുക്കും. സ്വാഭാവികമായിട്ട് അത്രയും കുടുംബങ്ങളിൽ നിന്നൊരു ഇമ്പാക്റ്റ്, പിന്നെ ഒരു ചെയിൻ പോലെയാണ് ആ ഇമ്പാക്റ്റ് എന്ത് ചെയ്യുന്നത് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കേരളത്തിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 19,489 വാർഡുകളുണ്ട്. ഈ വാർഡുകളിൽ നിന്നൊക്കെ റെപ്രസെൻറ്റേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാലും, ടാലൻറ്റുകളെ റോപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയാലും, അവരിലൂടെ മാജിക്കുകൾ, ഇമ്പാക്റ്റുകൾ, ഇന്നോവേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു സോഷ്യൽ റെവല്യൂഷൻ തന്നെ നടക്കുക. അപ്പോൾ 2015 ജസ്റ്റ് നമ്മളൊരു ഷട്ടർ റൂമിൽ തുടങ്ങി വെച്ച ഒരു ഇനിഷ്യേറ്റീവാണ്. ഇന്നിപ്പോൾ 100 കണക്കിന് വില്ലേജ് പാർക്കുകളും ടെക്കീസ് പാർക്കുകളും ഇൻവെൻറ്ററി പാർക്കുകളും നമ്മുടെ റീജിയണൽ ഓഫീസുകളും ഇപ്പോൾ മറ്റ് സ്റ്റേറ്റ്സുകളിലേക്ക് നമ്മളിപ്പോൾ തമിഴ്നാട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, അടുത്ത മാസം കർണാടക ഓപ്പറേഷൻ ചെയ്യുന്നു. അങ്ങനെ കന്യാകുമാരി ടു കാശ്മീർ വരെ നമ്മളിപ്പോൾ അടുത്ത 1.5 വർഷം കൊണ്ട് എത്തുന്നു. വേൾഡ് 193 രാജ്യങ്ങൾ, നമ്മളിപ്പോൾ GCCയിൽ ഇപ്പോൾ ദുബായ് ബേസ്ഡ് നിന്ന് UAE നിന്നിട്ട് നമ്മൾ 6 രാജ്യങ്ങൾ കണക്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ യൂറോപ്പിൽ
നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിൽ നമ്മുടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സിംഗപ്പൂരിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതർ സൈഡ് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളുടെ ബാക്കി സൈഡ് കവർ ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. നമ്മൾ സുഡാൻ വെച്ചിട്ട് നമ്മുടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇനിഷ്യേറ്റീവ് തുടങ്ങുന്നു. അങ്ങനെ മനുഷ്യവാസമുള്ള എല്ലാ കോണ്ടിനെൻസിലേക്കും റീച്ച് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മൾ കേരളത്തിൽ നിന്നൊരു സംവിധാനം, ഒരു ആശയം ഉണ്ടാക്കിയാൽ അത് കേരളവും കടന്ന് ഇന്ത്യയും കടന്ന് ലോകം എത്തപ്പെടുന്ന ഒരു സ്വപ്നം, അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു വലിയ യൂത്ത്. ഇന്ന് 1000 പേരുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത 1000 പേര് ടീം ടാൽറോപ്പിലേക്ക് ജോയിൻ ചെയ്യുന്ന എക്കോസിസ്റ്റം സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് വരുന്നു. പിന്നെ അത് 10,000-ലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു 30,000 ടീം മെമ്പേഴ്സ് വേണ്ടി വരുന്ന 30,000 ടീം മെമ്പേഴ്സ്, അതും 1000 സ്ഥലത്തൊരു 30 പേരെ വീതം. ഒരു വലിയ ബിൽഡിങ്ങിൽ 30,000 പേരെ കൊണ്ടിരുത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരു 1000 സ്ഥലത്ത് 30 പേരിരിക്കണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു വലിയൊരു മിഷൻ. ഈ മിഷനെയാണ് അഫീപ്പ റെപ്രസെൻ്റ് ചെയ്യണം. ഇതിൽ പെൺകുട്ടികളെ ഇൻസ്പയർ ചെയ്യുക, വിമൻ ലീഡേഴ്സിനെ കൊണ്ടുവരിക, അവരെ ഇൻസ്പയർ ചെയ്യിപ്പിച്ച് അവരെ ഇന്നോവേറ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരിക, കോളേജിലെ പെൺകുട്ടികളെ കൊണ്ടുവരിക. ഇങ്ങനൊരു വലിയൊരു ഉത്തരവാദിത്വമാണ് ഇപ്പോൾ അഫീഫ ഇപ്പോൾ ടാൽറോപ്പിൻ്റെ സൈഡിൽ നിന്ന് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി എങ്ങനെ നോക്കിക്കാണുന്നു? അത് കുറച്ചൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം അറ്റ് എ ടൈം ഒരു വൈഫാണ് ഞാൻ, ഒരു ഓൺട്രപ്രണറാണ് ഞാൻ, CHRO ആണ് ഞാൻ, 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പം അത്രയും റെസ്പോൺസിബിലിറ്റി. കാരണം ഇതെല്ലാം ഈക്വലി ബാലൻസ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രഗിളുള്ള കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ എപ്പോഴും നമ്മളെ നയിക്കുന്നത് നമ്മുടെ വിഷമങ്ങളോ സന്തോഷങ്ങളോ മാത്രമായിരിക്കും, നമ്മുടെ പാഷനും കൂടി ആയിരിക്കണം. അപ്പോൾ അവിടെ ഒരു റീച്ച് കഴിഞ്ഞു. കാരണം നമ്മുടെ കുട്ടികൾ നാളെ വളർന്ന് വലുതായി അവരവരുടെ ലോകത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ തനിയായി പോകരുത്, ഞാനൊന്നിനും പോയിട്ടില്ലല്ലോ, ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, വെറും ഒരു അമ്മയായി ഒതുങ്ങിപ്പോയി എന്ന് നാളെ ഒരു റീതിങ്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് എപ്പോഴും മനസ്സിനെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈക്വലി കുട്ടികൾക്കും ടൈം കണ്ടെത്തുന്നുണ്ട്, അവർക്ക് വേണ്ടതെല്ലാം അവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, മോർണിംഗ് നൈറ്റ്. ബാക്കിയുള്ള ടൈം ഞാൻ എൻ്റെ കരിയറിനെ കൊണ്ട്, കാരണം കരിയർ കുട്ടികൾ വളർന്നൊരു സ്റ്റേജിൽ എത്തിയിട്ട് കരിയറിൽ ഫോക്കസ് ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല നമ്മുടെ കരിയർ, അതപ്പോഴേക്കും പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ബാലൻസ് ചെയ്ത് തന്നെ കൊണ്ടുപോകും. എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു 5 ഇയേഴ്സ് അല്ലെ കുട്ടികൾ ഒരു സ്റ്റേജ് ആവുന്ന വരെയുള്ള നമുക്ക് കിട്ടുന്ന ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ഫ്യൂച്ചറിലെ ഗ്രോത്തിലേക്ക്. അപ്പോൾ ഇപ്പോൾ അത് നമുക്ക് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റണം അല്ലേ? നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഒരുപാട് ഡിഫിക്കൽറ്റീസ് നേരിട്ടിട്ടാണ് നമ്മളൊരിപ്പം ഒരു അമ്മയായിരിക്കുന്ന നിലയ്ക്ക് ഇപ്പം എൻ്റെ കുട്ടിക്ക് 8 മാസമാണ്. ആ 8 മാസമായ കുട്ടീനെ വീട്ടിലാക്കിയിട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഓർക്കുമ്പോൾ എന്നെ കാണുമ്പോൾ ഓടി വന്ന് ചിരിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ എടുത്ത് ചാടുന്ന കാണുമ്പം ഈ കുഞ്ഞിനെ ആക്കിയിട്ടാണല്ലോ പോണേന്ന് ആലോചിക്കുമ്പോൾ ഇതൊന്നും വേണ്ട എന്നാൽ നമ്മൾ എല്ലാവരും ചിന്തിക്കും. ആസ് യൂഷ്വൽ നമ്മൾ ചിന്തിക്കും വേണ്ടായിരുന്നു, കുഞ്ഞിനെ നോക്കിയായിരുന്നാൽ മതി. പിന്നെ വിചാരിക്കും അങ്ങനെയല്ല, നാളെ ആ കുട്ടി വലുതാകുമ്പോൾ ആ കുട്ടിക്കും പ്രൗഡാവുന്നത് എൻ്റെ അമ്മ ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അമ്മ എന്ന് പറയുമ്പോൾ തന്നെയായിരിക്കും എന്തായാലും ഏതൊരു കുട്ടി ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇപ്പോൾ ഒരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മുതൽ നമ്മുടെ ഇപ്പം കോളേജിൽ നിൽക്കുന്ന പെൺകുട്ടികളെ മുതൽ നമ്മൾ ഓൾറെഡി ഉള്ള സ്ത്രീ സംരംഭകരെ ഉൾപ്പെടെ ഇൻസ്പയർ ചെയ്ത് നമ്മൾ തന്നെ റോൾ മോഡലായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്ത് അവരെ ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി അവരിലൂടെ ടാൽറോപ്പിൻ്റെ സിലിക്കൺ വാലി മിഷൻ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് 100% അഫി വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുകൊണ്ടാണ് ഇന്നും വേറൊരു കാര്യങ്ങളിലും ഞാൻ ഇൻവോൾവ് ചെയ്യാതെ എൻ്റെ ബാക്കിയുള്ള ഫുൾ ടൈം എൻ്റെ ഫാമിലി കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ ടൈം മാറ്റി വെച്ചാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ടൈമും ഞാൻ ടാൽറോപ്പിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും എൻ്റെ ഗ്രോത്തിന് ടാൽറോപ്പിലൂടെയുള്ള എൻ്റെ ഗ്രോത്തിനും വേണ്ടിയിട്ട് ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അത് ആ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ 2018 മാർച്ച് 25 ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നു. 2018 ഓഗസ്റ്റ് 12 നമ്മൾ കല്യാണം കഴിക്കുന്നു. ആ കല്യാണം കഴിക്കുന്നു ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഞാനിപ്പോൾ നമ്മൾ ടീമിൻ്റെ അടുത്തൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ അവർ നമ്മളുടെ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ വീട് ഏകദേശം ഒരു 15 മിനിറ്റ് ഉള്ളിലേക്ക് വരണം. ഒരു ചെറിയ കുടില് വീടാണ്. അപ്പം നമ്മളെന്ത് ചെയ്തിട്ടില്ല, മുകളിൽ ഓടൊക്കെ ഇട്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, നീ എന്തെങ്കിലും കാണാൻ ലുക്കുണ്ടെങ്കിൽ ഓക്കെ കൊള്ളാം, അല്ലെങ്കിൽ എന്താണ് പറയണത്, അല്ലെങ്കിൽ നല്ല സമ്പത്തുണ്ടെങ്കിൽ ഓക്കെ. അന്ന് ഹൈ റിസ്ക് മേൽ നിൽക്കുന്ന ടൈമാണ്. കാര്യം നമ്മൾ വലിയ ക്യാപിറ്റൽ നമ്മുടെ കയ്യിലില്ല, എക്സ്ട്രീം റിസ്കിൽ നിൽക്കുന്ന ടൈമിനാണ്. ഒരു ക്രൈസിസ് കഴിഞ്ഞ് നമ്മൾ റിക്കവർ ചെയ്യുന്നതേ ഉള്ളൂ. ഏകദേശം നമുക്ക് 1 കോടിയോളം കടമുണ്ട്. ആ സമയത്താണ് അഫി എന്നെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കുടുംബക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത്രയും റിസ്കിൽ നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല, പിന്നെ എന്തിന് നീ ഇവനെ കെട്ടുന്നു എന്ന് ചോദിച്ചിട്ട് നീ കെട്ടി, എന്തിനാ കെട്ടിയ? ശരിക്കും നമ്മുടെ ഡ്രീം അല്ലെങ്കിൽ നമ്മുടെ ഒരു എയിമൊക്കെ അച്ചീവ് ചെയ്യാൻ എപ്പോഴും നമ്മുടെ ലൈഫ് പാർട്ട്ണറിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു അറ്റ്ലീസ്റ്റ് നമുക്കൊരു 30% കിട്ടും, അത്രയെങ്കിലും മിനിമം കിട്ടണം. അപ്പം ഞാൻ കാണുന്ന ഒരാൾ അങ്ങനെയാണ്. നീ ഇതിപ്പോൾ ചെയ്തിട്ട് കേരളത്തിന് പിന്നെ നാളെ കേരളം ലോകത്തിൽ ഒന്നാമതാകാൻ പോകുന്നു അല്ലെങ്കിൽ ലോകം മാറി മറിയും എന്നുള്ള രീതിയിൽ കളിയാക്കുന്ന ഒരാളെക്കാളും
ഇതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നീ ഇനിയിപ്പോൾ ഇവിടെ ജോലിക്ക് പോയിട്ടൊന്നും കാര്യമില്ല, നിനക്കുള്ളതും കൂടെ ഞാൻ സമ്പാദിച്ചു തരാം, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ അത് ചെയ്തു തരാം, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനേക്കാൾ നീ കുറച്ചൊക്കെ ഇറങ്ങി കഷ്ടപ്പെടും, ബാക്കിയുള്ളവർ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് ലോകം കീഴടക്കുന്നത് എന്ന് നീയും അറിയണം എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു ലൈഫ് പാർട്ട്ണറെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് ഒരു ഓൾറെഡി സക്സസ് ആയി ഒരു വലിയ ബംഗ്ലാവും കാറും ഉള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് അയാളുടെ അണ്ടറിൽ നിന്ന് ഒരു ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഗ്രോ ചെയ്യുമ്പം എനിക്കും അവിടെ ഒരു റോൾ ഉണ്ടാവും. അതായിരുന്നു എൻ്റെ ശരിക്കുള്ള ഇത്. എല്ലാ രീതിയിലും ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പം കരിയറിനും ഗ്രോത്ത് ഉണ്ടാവണം, അത് എല്ലാ രീതിയിലും മൈൻഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ തോട്ട്. ഒരു വീടോ കാറോ അന്ന് നമുക്ക് സ്കൂട്ടി പോലും ഇല്ല. നമ്മളെപ്പോഴും നീ എന്നെ കളിയാക്കി പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ബാഗ്, അതും ഒരാളുടെ കസിൻ്റെ കടം വാങ്ങി വെച്ചേക്കുന്ന ഒരു ബാഗല്ലാതെ നിൻ്റെ സ്വന്തമായിട്ട് ഒന്നും ഇല്ലാതിരുന്ന സമയത്തെന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, അപ്പം ഞാനൊക്കെ ഒരുപാട് കോട്ടിലൊക്കെ വായിച്ചിട്ടുള്ള സംവിധാനമുണ്ട്. അതായത് സക്സസ്ഫുള്ളായ ഒരാളുടെ പാർട്ട്ണർ ആകുക എന്നതിനേക്കാളും ബെറ്റർ നമ്മൾ ഒന്നുമല്ലാതിരിക്കുന്ന ഒരാളെ കൂടെ വന്ന് എന്നിട്ട് സക്സസ് ആവുക എന്നുള്ള ഒരാൾക്ക് നമ്മുടെ സപ്പോർട്ട് കൊണ്ടും കൂടെ അല്ല സക്സസ് ആയത്. ഇതെന്ന് പറഞ്ഞാൽ ഈ പാർട്ട്ണർ രണ്ടുപേരും ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ രണ്ടുപേരും ഒരുമിച്ച് സക്സസ് ആവുള്ളൂ. ഇപ്പോൾ അവിടെ ഞാൻ കെട്ടുന്ന പാർട്ട്ണറിന് സപ്പോർട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ടാൽറോപ്പ് ഈ ഒരു സ്റ്റേജിൽ എത്തണമെന്നില്ല. അവിടെ എൻ്റെ സപ്പോർട്ടാണ്. എനിക്ക് കരിയറിൽ ഇത്രയും ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തിരിച്ചും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും അതുപോലൊരു സപ്പോർട്ട് വേണം. ആ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുന്ന. ഞാൻ ഇപ്പോൾ ലിങ്ക്ഡിനിൽ എഴുതിയ അഫിയുടെ വെച്ചിട്ടൊരു സപ്പോർട്ടിങ് പാർട്ട്ണർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് എഴുതിയ പോസ്റ്റ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ സമൂഹം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഇൻസ്പയറിംഗ് ഒരു അഡ്വൈസ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആയ ആളുടെ പുറകെ പോകുന്നതിന് പകരം അവര് നിങ്ങളില്ലാതെയാണ് സക്സസ് ആയത്. അപ്പം നാളെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാലും ഇതെൻ്റെ സക്സസിൻ്റെ ഫാക്ടറായിട്ടുള്ള ഒരാളല്ല, അല്ലെങ്കിൽ വ്യക്തിയല്ല, മാറ്റി നിർത്തപ്പെടാൻ വളരെ പോസിബിലിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു വാല്യൂ തരാതിരിക്കാൻ അവിടെ ദർ മേ ബി എ ചാൻസ്. എല്ലാവരുടെയും കാര്യമല്ല, റെയർ എക്സെപ്ഷണൽ കേസസ്. പക്ഷെ മറ്റത് അങ്ങനെയല്ല. എൻ്റെ എല്ലാ വളർച്ചയിലും തളർച്ചയിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. കുറച്ചുകൂടി നമുക്കൊരു ഇൻറ്റിമസി അറ്റാച്ച്മെൻറ്റ് അവിടെ ആ ഒരു കാര്യത്തിൽ ഉണ്ടാവും. അപ്പോൾ അത് വിശ്വസിക്കുന്നുണ്ട്. അത് മറ്റു ടീം മെമ്പേഴ്സിനൊക്കെ അല്ല, ഞാൻ അതെല്ലാവരോടും പറയാറുണ്ട്. കാരണം നിങ്ങളുടെ എപ്പോഴും ഒരാളെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബ്യൂട്ടീനേക്കാളും ഇന്നർ ബ്യൂട്ടി നോക്കാമെന്ന് പറയും. കാരണം നമ്മൾ സൗന്ദര്യമോ വസ്ത്രമോ അല്ലെങ്കിൽ ആഡംബര വസ്തുക്കളോ പുള്ളി ഓൺ ചെയ്യുന്ന കാര്യങ്ങളോ അതൊന്നുമല്ല. പുള്ളിക്ക് ക്യാരക്ടർ വൈസ് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം സപ്പോർട്ട് തരാൻ പറ്റുന്ന ഒരാളാണ്. നമ്മളെ പറക്കാൻ എത്രത്തോളം ഉയരങ്ങളിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൈ എടുക്കുക എന്ന് മാത്രമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. അപ്പോൾ അതിലിപ്പോൾ റിഗ്രറ്റ് ഒന്നും തോന്നുന്നില്ല? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. 2018 ഓഗസ്റ്റ് 12 കെട്ടിയതിനെ കുറിച്ച് ഇപ്പോൾ ഒരു വിഷമം ഇല്ല, ഒന്നും തോന്നുന്നില്ല. ഒരു പ്രശ്നമില്ല, ഇല്ല, പബ്ലിക്കായിട്ട് പറയാൻ പറ്റായിട്ട് അങ്ങനെയല്ല. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഈ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് ഒതുക്കപ്പെടുക, അല്ലെങ്കിൽ ഇനി മതി കുട്ടികൾ വളർന്നിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണല്ലോ, രണ്ടുപേരുടെയും കുട്ടിയാണല്ലോ. ഇപ്പം നീ കുട്ടിയെ നോക്കി പിന്നെ ഇനി വന്നാൽ മതി, നിനക്കുള്ള സ്പേസ് ഞാൻ അവിടെ ഇട്ടേക്കാം എന്ന് പറയുന്ന ഒരാളല്ല. കുട്ടീനെ നോക്കൂ നീ പാരലി, അതോടെ നിനക്ക് ടൈം കണ്ടെത്തിയത് ആ ടൈം ഷെഡ്യൂൾ ചെയ്ത് നീ കുട്ടീനെ നോക്കണം, വർക്കും ചെയ്യണം, നിനക്ക് ഗ്രോത്ത് ഉണ്ടാക്കണം. അത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ചിലപ്പോൾ ഒരു ലാഗ് ഉണ്ടായേക്കാം, കുട്ടിയും കാര്യങ്ങളും എൻഗേജ്മെൻറ്റ്സ് ഒക്കെ. എന്നാലും നമ്മളിപ്പോൾ ഏത് കാര്യം നോക്കുവാണെങ്കിലും നമ്മൾ ഒരു സാഹചര്യങ്ങൾ സർക്കംസ്റ്റൻസസിനെ ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ വേണം. ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബാലൻസിങ് ആണ്. ലൈഫിൽ ഒന്ന് കളഞ്ഞിട്ട് ഒന്നിലേക്ക് പോകുക എന്നുള്ള സംവിധാനമല്ല. സാക്രിഫൈസ് ഒക്കെ ഒരു ടൈം നമ്മൾ പറയും, നമ്മുടെ കരിയറിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. പക്ഷേ എല്ലാ സാക്രിഫൈസിലും ഒരു ബാലൻസിങ് ഉണ്ടാവണം. ഇതില്ലെങ്കിൽ നാളെ സമയത്ത് പോകുമ്പോൾ നമുക്ക് റിഗ്രറ്റ് തോന്നും, നമ്മളിതെന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യം തോന്നും. ഇപ്പോൾ ലൈഫിൻ്റെ അൾട്ടിമേറ്റ് പേർപ്പസ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ട്രാപ്പ് റിവാർഡ് പേർപ്പസ് ആണ്. എന്ന് പറയുമ്പം ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് ഉറക്കം എഴുന്നേൽക്കാനുള്ള ഒരു ശക്തമായ റീസൺ ഉണ്ടായിരിക്കണം. നമ്മൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മൾ ഫെയിലാകും എന്നുള്ളൊരു ഫീലുള്ള ഒരാളെ എഴുന്നേൽക്കാൻ നിർബന്ധിതരാകും. ഇപ്പോൾ റിവാർഡ് മാത്രം നോക്കുകയാണെങ്കിൽ റിവാർഡ് വേണ്ടാന്ന് വയ്ക്കാം. പക്ഷേ ഇന്നത് ചെയ്തില്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ നശിച്ച് വീഴും എന്നുള്ളൊരു ബോധം വേണം, ഒരു ട്രാപ്പ് വേണം. ഒപ്പം റിവാർഡ് വേണം. റിവാർഡ് എന്ന് പറഞ്ഞാൽ അത് ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ അതിപ്പം ക്യാഷായിട്ടും ടൈമായിട്ടുമാണ് നമുക്ക് റിവാർഡ് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് സമയം കൊടുക്കുക എന്നുള്ളതും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അവർക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുക, ഇതെല്ലാം നമുക്ക് റിവാർഡാണ്. എന്നാലൊരു അൾട്ടിമേറ്റ് ഒരു പേർപ്പസ് വേണം. എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്, എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് സ്വപ്നം കാണാൻ കഴിയണം. അത് വരുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കാരണം 10,000-കണക്കിന് ഫാമിലി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം നമുക്ക് തോന്നണം. നമ്മളൊരു ഇൻവെൻഷൻ, നമ്മളുടെ ഒരു പുതിയ കണ്ടുപിടുത്തം സമൂഹത്തിൽ ഒരാളുടെ പ്രോബ്ലം, ഒരു സമൂഹത്തിൻ്റെ കുറേ വ്യക്തികളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കാണാൻ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഒരു പേർപ്പസ് വേണം.
അപ്പോൾ അതെ, അൾട്ടിമേറ്റ്ലി നമ്മൾ വളർത്തിക്കൊണ്ട് നർച്ചർ ചെയ്ത് വരുന്ന ഒരു സൊസൈറ്റി, ഈ സ്റ്റുഡൻസ് ഒക്കെ നാളെ നമ്മളെക്കാളും വലിയ നിലയിലെത്തുന്നവരാകുമ്പോൾ നമുക്ക് നമ്മുടെ കൈ അതിലുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, അതൊരു വലിയൊരു ഫാക്ടറാണ്. അതെ, ഇപ്പം ഇപ്പം മഹാദേവിനെയും സിയാദും ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്തു, അവർ പിച്ച് ചെയ്യുന്നു, അവർക്ക് ഫണ്ട് വരുന്നു. ഇപ്പം മഹാദേവിൻ്റെ സ്റ്റാർട്ടപ്പൊക്കെ തന്നെ ഞാൻ ആകെ 3 പേരെടുത്താണ് പിച്ച് ചെയ്തത്. 30 കോടി വാല്യുവേഷൻ, 10% ഇക്വിറ്റി ഡയലൂഷൻ, 3 CR എന്ന് പറയുമ്പോൾ അവർ റെഡിയാണ്. കാര്യം എന്തുകൊണ്ട് റെഡിയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്ക് സുക്കർബർഗ് 19-ാം വയസ്സിൽ ഫേസ്ബുക്ക് തുടങ്ങിയെന്ന് പറയുമ്പോൾ 8-ാമത്തെ വയസ്സിൽ പഠിച്ചു തുടങ്ങിയാണ്. അപ്പോൾ ഏകദേശം ഒരു 11 വർഷത്തെ എക്സ്പീരിയൻസും കൊണ്ടാണ് 19-ാം വയസ്സിൽ മാർക്ക് സുക്കർബർഗ് ഫേസ്ബുക്ക് തുടങ്ങുന്നത്. അപ്പം മഹാദേവ് ഡിയോസ് എന്നുള്ള IoT AI സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് സത്യത്തിൽ എന്താണ്, മഹാദേവ് 11-ാമത്തെ വയസ്സിൽ പഠിച്ചു തുടങ്ങിയിട്ട് 8 വർഷത്തെ എക്സ്പീരിയൻസും കൊണ്ടാണ് എന്ത് ചെയ്തത്, 19-ാം വയസ്സിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. അപ്പോൾ മഹാദേവിൻ്റെ ടെക്നോളജിയുടെ നോളജ് അവർ ഓക്കെയാണ്, ഇൻവെസ്റ്റേഴ്സ് ഓക്കെയാണ്. മഹാദേവിൻ്റെ കപ്പാസിറ്റി, ആ ഒരു ഏജ്, ഈ 8 വർഷം കൊണ്ട് മഹാദേവ് എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങൾ, വേൾഡ് പഠിച്ചെടുത്ത കാര്യങ്ങൾ, വേൾഡ് കമ്പനീസ് മനസ്സിലാക്കിയ സംവിധാനങ്ങൾ, മഹാദേവ് ഇത്രയും വർഷം എന്താണ് ഇത്രയും ആളുകളെ ട്രെയിൻ ചെയ്ത സംവിധാനം, ഇതെല്ലാം വരുമ്പോഴാണ് മഹാദേവിൽ വിശ്വസിച്ചിട്ട്, ഒരു ഫൗണ്ടറിൽ വിശ്വസിച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരേണ്ടത്. ആ ആശയങ്ങൾ പിവറ്റ് ചെയ്യും, മാറും, പല സംവിധാനം ഉണ്ടാകും. പക്ഷേ വ്യക്തികളിൽ വിശ്വാസം വേണം. നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ ഡിഗ്രിയും PGയും കഴിഞ്ഞ കുട്ടികൾ നിർബന്ധിത സാഹചര്യം കൊണ്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് സ്റ്റാർട്ടപ്പ് ചെയ്യണം. അവരുടെ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള തോട്ടിൽ അപ്പോൾ അവർക്ക് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇല്ല, നോളജ് ഇല്ല, പാഷൻ ഇല്ല, അവർക്ക് തുടങ്ങിയാണ്. അപ്പോൾ അവരെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സ് തയ്യാറല്ല. അപ്പോൾ നമ്മളുടെ കുട്ടികളിൽ ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് തന്നെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ഇത്രയും വർഷത്തെ കൺസിസ്റ്റൻസിയാണ്. എന്തെല്ലാം നെഗറ്റീവ് അതിജീവിച്ചിട്ടാണ്. ഇപ്പോൾ മഹാദേവ് അന്ന് KVPS വരുന്ന സമയത്ത് ഇത് നടക്കൂല, ഇതൊക്കെ ഗവൺമെന്റ് അഫിലിയേറ്റഡ് പ്രോഗ്രാം. ഏതൊരു കുട്ടിയാണെങ്കിലും ചിലപ്പം 10th-നും +2-നും വെയിറ്റേജ് കൊടുക്കുന്ന ടൈമിൽ ഇതിൽ നിന്നൊക്കെ ബാക്കിലോട്ട് മാറി. അല്ല, എനിക്കറിയാം മഹാദേവിന് അന്ന് ഒരുപാട് ആളുകൾ മഹാദേവിന്റെ പാരൻസിനോട് പറയുന്ന ഒരു സംവിധാനമുണ്ട്, ഇത് ഗവൺമെന്റ് അഫിലിയേറ്റഡ് കോഴ്സ് ഒന്നുമല്ല. ആള് കോഴ്സിന് മാത്രമേ ഫീൽ ഉള്ളൂ. അപ്പോൾ കോഴ്സൊന്നും അല്ല ഈ സംഭവം. അപ്പോൾ ഇതിൽ നിന്നും പഠിച്ചിട്ട് വെറുതെ കാര്യമൊന്നുമില്ല. എല്ലാവരും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. പക്ഷെ അത് ഒരു ബിസിനസിന്റെ കാര്യത്തിൽ വരുമ്പോൾ എല്ലാവരും കോഴ്സിലേക്ക് ഒതുക്കപ്പെട്ടു പോകുന്നുണ്ട്. അതായത് ആളുകളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ, ഒരു സ്ട്രക്ചേർഡ് കോഴ്സ് കൊണ്ട് ഇനി ഇവിടെ ഒന്നും ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്നും ഉണ്ടാവില്ല. സ്ട്രക്ചേർഡ് കോഴ്സ് അല്ല, ഒരു എക്സ്പോഷറാണ്. സിലബസ് ഇല്ല. നമ്മൾ പറയുന്നത് എന്താണ്, ടാൽറോപ്പിന് സിലബസ് ഇല്ല, ഈ മഹാദേവിന് സിലബസ് ഇല്ലാതെ ആയിരുന്നു. നമ്മളുടെ കൂടെ നിൽക്കുക, കണ്ടുപഠിക്കുക, ഇതാണ് സിലബസ്. അപ്പം ആലോചിക്കണം, അവരുടെ സിലബസ് എവിടെ? അവർക്ക് സിലബസ് ഇല്ല, അവരുടെ സിലബസിന് അഫിലിയേഷൻസ് ഇല്ല, സർട്ടിഫിക്കേഷൻസ് ഇല്ല. അതായത് ഒരു 4 റൂം ചുവരുകൾക്കുള്ളിൽ നിന്ന് അവരെ പുറം ലോകം കാണാം, ബാക്കി അവര് കണ്ടെത്തും അവർക്ക് വേണ്ടത്. അങ്ങനെ ഇപ്പൊ മഹാദേവൊക്കെ ഫുൾ A+ വാങ്ങി ഇറങ്ങിയ സമയത്ത് ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്, A+ വാങ്ങാൻ സ്കൂളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. A+ വാങ്ങാൻ അവസാനം എക്സാമിന്റെ ടൈമിന് ഒരു 15 ദിവസം നമ്മുടെ എന്ത് ചെയ്തു, നമ്മുടെ സീനിയർ BTech കഴിഞ്ഞിട്ടുള്ള എഞ്ചിനീയേഴ്സ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ക്യാമ്പ് നടത്തിയിട്ടാണ് ഇവരെ പഠിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരു 15 ദിവസത്തെ പഠനം കൊണ്ടാണ് അവരൊക്കെ ഫുൾ A+ വാങ്ങി. അത്രയേ ഉള്ളൂ. ഇപ്പം 10ാം ക്ലാസ് നോക്കിയാൽ ഫുൾ A+ സർട്ടിഫിക്കറ്റ് ഓക്കെ മനസ്സിലായി. പക്ഷേ 10ാം ക്ലാസ്സിൽ നമ്മൾ അവരെ ആ പഠിച്ച എക്സ്പീരിയൻസിനപ്പുറം അവർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ക്യാമ്പസുകളിൽ ട്രെയിനറായിട്ട് പോയി. അതാണ് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ എക്സ്പോഷർ, അവർക്ക് കിട്ടിയ ഒരു സംഭവം. അവർ റിയൽ എഞ്ചിനീയേഴ്സിൻ്റെ റിയൽ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു തലമുറ ഉണ്ടാവും. ഈ തലമുറയിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ഒരു ഇമ്പാക്റ്റാണ് അൾട്ടിമേറ്റ്ലി അവർക്ക് കുറേ കാഴ്ചപ്പാടുണ്ട്. കാര്യം അവർക്ക് അത്രയും ബന്ധങ്ങളുണ്ട്. ഇപ്പം മഹാദേവിന് എന്തോരം വ്യക്തികളുമായിട്ട് ബന്ധങ്ങളുണ്ട്, കണക്ഷൻസ് ഉണ്ട്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴേക്കും അവന് കണക്ഷൻസ് ഉണ്ട്, അവന് പോയി പിച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികൾ MBA ഒക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, 10 ലക്ഷം രൂപ ഫണ്ട് വേണം, അത് പിച്ച് ചെയ്യാനുള്ള ഒരാൾ പോലും അവർക്കുണ്ടാവില്ല, വയസ്സ് 24 ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ അത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ്. അവർക്ക് വില്ലേജ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും 100 വില്ലേജ് പാർക്ക് ഉണ്ട്, പോയി പിച്ച് ചെയ്യാൻ 100 വില്ലേജ് പാർക്കിൽ പ്രോഗ്രാം നടത്താൻ. അവർക്കിപ്പോൾ ഒരു 100 കസ്റ്റമർ വേണമെന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് പാർക്കിൽ നിന്ന് ഒരു കസ്റ്റമറിന് ഓൺബോർഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ബ്യൂട്ടി ഇപ്പോൾ 2015 മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയ ആ സംവിധാനം ഇന്നിപ്പോൾ 2025 നിൽക്കുമ്പോഴേക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറായി, ടാലൻ്റായി, ഇനി ഇന്നോവേഷൻസ് പറഞ്ഞു അതും കൂടി വന്നു കഴിഞ്ഞാലേ ശരിക്കും ടാൽറോപ്പ് വാലിഡേറ്റ് ചെയ്യപ്പെടുള്ളൂ. അതുവരെ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾ അതിൻ്റെ റിയൽ വാലിഡേഷൻ ഇല്ല. അപ്പോൾ 2017 നമ്മൾ ക്യാമ്പസുകളിൽ വന്നു, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു, അവിടുന്ന് മഹാദേവനെ പോലുള്ള ടാലൻറ്റുകൾ വന്നു, ഇന്നിപ്പോൾ അവർ ഡിയോസ് പോലെ ഇന്നോവേഷൻ ഉണ്ടാവുക. ഇനി ഇത് സക്സസ് ആവണം ഒരു സൈഡിൽ, അതോടൊപ്പം 100 കണക്കിന് ഇന്നോവേഷൻ സംഭവിക്കണം. ഇപ്പോൾ നമ്മുടെ 10,000 കണക്കിന് ടാലൻറ്റുകളുണ്ട് കേരളത്തിൽ. ഇവരിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ഇന്നോവേഷൻസ് ഉണ്ടാകണം. ആ ഉണ്ടായി വരുമ്പോഴാണ് 2030 ആ സിലിക്കൺ വാലി എന്നുള്ള ഒരു മിഷൻ യാഥാർത്ഥ്യമാണ്. അന്ന് കേരളത്തിലൊരു സ്റ്റാർട്ടപ്പ് ചെയ്താൽ അത് കേരളവും ഇന്ത്യയും ലോകത്തേക്ക് എത്തും. ആമസോണും ഫേസ്ബുക്കൊക്കെ നമ്മൾ അറിയുന്നത് പോലെ അമേരിക്കക്കാർ നമ്മുടെ ബ്രാൻഡുകൾ എന്ത് ചെയ്യും അറിയും, നമ്മുടെ പ്രൊഡക്റ്റുകൾ അറിയുന്ന ഒരു സമയം ഉണ്ടാകും. ആ ഒരു സമയത്തിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്.
അപ്പം നമ്മൾ ആ യാത്രയിൽ ഇപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ഒരുപാട് യൂത്തിന് നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഇൻസ്പയർ ചെയ്ത് അവരെ നമ്മളുടെ ഈ ടാൽറോപ്പിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ 1000-ഓളം പേരുടെ ടീം നമുക്ക് വന്നിട്ടുണ്ട്, അടുത്ത 2000 ആകാൻ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് ഇതിൽ ഒരുപാട് റിസ്ക് എലമെൻസും ഉണ്ട്. ആ റിസ്ക് എലമെൻറ്റ്സ് ഇപ്പോൾ ടാൽറോപ്പിന് എന്തെങ്കിലും പറ്റിയാൽ അത് ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് അഫി. അപ്പോൾ ഈ റിസ്ക് എലമെൻറ്റ്സിന് ഒരു ആൾക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ട് പറയണം. ഈ റിസ്ക് എടുക്കാനുള്ള, ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന കോടികളുടെ റിസ്ക് നമുക്കുണ്ട്. അതോടൊപ്പം നമ്മൾ പറയുമ്പം നമ്മളിപ്പോൾ 1,40,000 കോടിയുടെ അസറ്റ്സ് മേക്ക് ചെയ്യുന്നു, നമ്മൾ ഇത്രയും വലിയൊരു സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നൊരു സൈഡിൽ നമ്മുടെ പോസിറ്റീവ്സ്, നമ്മുടെ റിസൾട്ട്സ് എല്ലാം നമ്മൾ കാണിക്കുമ്പോഴും മറുഭാഗത്തൊരു ഭയങ്കരമായ റിസ്ക് ഉണ്ടാകും. നമ്മുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അത് ആസ് എ വിമൻ ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു വിമൻ ലീഡർ എന്നുള്ള ലെവലിൽ ഒരു തലമുറയെ നമ്മൾ ഇൻസ്പയർ ചെയ്യാൻ പറയുമ്പം ഈ റിസ്ക് സൈഡ് എങ്ങനെ അവരുടെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഈ റിസ്ക് സൈഡിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് അവർക്കൊരു അഡ്വൈസ് കൊടുക്കുന്നത്? അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നു അത്രത്തോളം ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റും റിസൾട്ടും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടെൻഷനോടുകൂടി ഒരു കൺസേണോടുകൂടി റിസ്ക് അവിടെ ഉണ്ടാവും. നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ എപ്പോഴും പറയുമല്ലോ, വളർച്ച കൂടുന്നതിനനുസരിച്ച് വീഴ്ചയുടെ ആഘാതം കൂടുമെന്ന് പറയും. അത് നമ്മൾ ചിന്തിക്കുന്നത് അതൊരു സൈഡിൽ മാറ്റി വയ്ക്കണം. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു സാധനവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വീഴാൻ വേണ്ടിയിട്ടായിരിക്കില്ല. അതുപോലെ റിസ്ക് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. അതിപ്പം നമ്മൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ, നമ്മൾ ഒരു നോർമൽ ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ പോലും സ്റ്റോക്ക് എടുത്ത് വയ്ക്കുന്ന സമയത്ത് മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ അത് അത്രയും പോയി. എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഒരു ഫ്രൂട്ട് സെല്ലറിനെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോട്ടനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും വരുന്നുണ്ട് റിസ്ക്. അപ്പോൾ ഏതൊരു ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യം അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റിസ്ക് ബിയറിങ് കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും, അത്രത്തോളം എക്സ്പോഷർ ഉണ്ടാവും, അത്രത്തോളം നമുക്ക് എല്ലാവരും അറിയപ്പെടും നമ്മൾ. അതിന് മാത്രമല്ല നമുക്ക് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയും. അതിൻ്റെ ഒരു ഒരു ബൈ പ്രൊഡക്റ്റ് പോലെയാണ്. റിസ്ക് ഉണ്ടാവും എന്തായാലും അവിടെ. അതെ. അപ്പോൾ റിസ്ക് ഇല്ലാത്ത സംഭവം ഇപ്പോൾ എത്രത്തോളം വലിയ റിസ്ക് ഉണ്ടാവും അത്രത്തോളം നമുക്ക് റിവാർഡ് ഒരു സൈഡിലുണ്ടാവും. റിസ്ക് ഇല്ലാതൊരു സംവിധാനം എന്തായാലും ഇല്ല. ഇപ്പോൾ ഏത് ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യമാവട്ടെ റിസ്ക് ഉണ്ടാവും. ജോബ് ആയാൽ പോലും അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അപ്പം വലിയ സ്വപ്നങ്ങളുള്ളവർ വലിയ റിസ്ക് എടുക്കാൻ ക്യാപ്പബിൾ ആയി പറ്റും. റിസ്കിനെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാതിരുന്നാൽ മതി. ഇത്രയും റിസ്ക് ഉണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷനായി നമ്മുടെ ബ്രെയിന് ഒരു പകുതി % വർക്കാവുള്ളൂ. പിന്നെ നമ്മൾ ഫുള്ള് ഇതെങ്ങനെ നമുക്ക് സോൾവ് ആക്കാം, അതവിടെ നിന്നോട്ടെ, അതവിടെ നിൽക്കവേ തന്നെ നമുക്ക് എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കാം എന്ന് നമ്മൾ തിങ്ക് ചെയ്യണം. അപ്പോൾ ഗ്രോത്തും ഉണ്ടാവും, ഓപ്പറേഷൻസ്, ക്രൈസിസ് മൂന്നായിട്ട് തന്നെ നമ്മൾ മാനേജ് ചെയ്യണം. ഗ്രോത്ത് എന്തായാലും ഉണ്ടാവണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗ്രോത്ത് വലുതാവുന്നതിനനുസരിച്ച് ഓപ്പറേഷൻസും വലുതാക്കിയേ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് ക്രൈസിസ് ഉണ്ടാവും, റിസ്ക് ഉണ്ടാവും, അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ റിസ്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ ചെയ്യണം. അപ്പം ഒരു റിസ്ക് ഇല്ലാത്തൊരു സംവിധാനം നമ്മൾ ആർക്കും അഡ്വൈസ് ചെയ്യുന്നില്ല. റിസ്ക് എന്തായാലും ഉണ്ടാവും. റിസ്ക് ഫ്രീ ആയിട്ട് കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്ത് സക്സസ് ആക്കാൻ പറ്റില്ല. കംഫർട്ട് സോണിലുള്ള സക്സസും ഭയങ്കര ചെറുതായിരിക്കും. നമുക്ക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല റിസ്ക് എടുത്തിട്ടേ വരുള്ളൂ. അപ്പോൾ എത്രത്തോളം വലിയ റിസ്ക് എടുക്കുക, പക്ഷെ അത് പരമാവധി ഒരു എഡ്യൂക്കേറ്റഡ് റിസ്ക് ആവുക, കാൽക്കുലേറ്റഡ് റിസ്ക് ആവുക. ബ്ലൈൻഡ് റിസ്ക് എടുക്കുന്നതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. എന്നാൽ ചില സിറ്റുവേഷനുകളിൽ ബ്ലൈൻഡ് റിസ്ക് എടുക്കേണ്ടി വരും. അതും നമ്മൾ പക്ഷേ അതൊരു വലിയൊരു ഗ്രോത്തിലേക്ക് എത്തുമ്പോഴാണ് അത്രയും ഒരു ബ്ലൈൻഡ് റിസ്ക് ഒക്കെ എടുത്ത് അതങ്ങ് നടക്കും എന്നുള്ളൊരു ഇത്. അതൊക്കെ ആ ഒരു സ്റ്റേജിൽ മാത്രം എടുക്കേണ്ടി വരുന്ന ഒരു കപ്പാസിറ്റിയാണ്. ഇൻ കേസ് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ആൾട്ടർനേറ്റ് ഓപ്ഷൻ ഉണ്ടാക്കാം. ഒരു ബാക്കപ്പും സപ്പോർട്ടൊക്കെ അതൊക്കെ കുറച്ച് വലിയൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് അത്രയും ഒരു ഹെവി റിസ്ക് ഒക്കെ വരുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഇനിഷ്യലി ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. ചാപ്റ്റർ 1 എല്ലാവരും കാൽ വെക്കണം എന്നുള്ളതാണ്. അതെ എല്ലാവരും തുടങ്ങണം. തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നാളെ വളരാൻ പറ്റുള്ളൂ. വളരണോ നിർത്തണോ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ. അപ്പം ഒരു ഫ്രഷറിൻ്റെ അടുത്ത് സംഭവം പറഞ്ഞു, ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ ഒരുപാട് പേര് ജോബിലേക്ക് ഇപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവരൊക്കെ ജോബിലേക്ക് പോകാത്ത സംവിധാനം എന്ന് പറഞ്ഞാൽ നല്ല പാക്കേജ് കിട്ടാതെ നിൽക്കുന്നത്. ഇപ്പോൾ 25,000 പാക്കേജ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നു. അപ്പോൾ 1 ആയി 2 ആയി 3 ആയി ഇങ്ങനെ എന്തെങ്കിലും കിട്ടുന്നില്ല. അപ്പോൾ പലയിടത്തും ഇൻറ്റേൺഷിപ്പ് വിളിച്ചു കഴിഞ്ഞാൽ നല്ല പാക്കേജിൽ കയറണം എന്നുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കുന്ന സംവിധാനം, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു എക്സ്ട്രാ കപ്പാസിറ്റി എന്താണ്, നിങ്ങളുടെ മെയിൻ സ്കിൽ എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഒരു കമ്പനിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഉത്തരമില്ല. പക്ഷേ അവർക്കും ഒരു 25,000 പാക്കേജൊക്കെ ഇല്ലാതെ കയറാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അഫിയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു സാലറി ഇല്ലാണ്ട് 6 months, പിന്നെ 5,000 10,000 ഇങ്ങനെ കയറി വന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ടാൽറോപ്പിൻ്റെ ബോർഡ് ഡയറക്ടറും ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മറ്റുള്ളവരെ നോക്കുകയാണെങ്കിൽ വലിയ ലൈഫ് സക്സസ് ഒക്കെ ഉള്ള ഒരാളായിട്ട് നിൽക്കുന്നുണ്ട്. ബെൻസ് കാറിലൊക്കെ വലിയ വിശാലമായിട്ടൊക്കെ സഞ്ചരിക്കുന്നു, എല്ലായിടം ഓൾ കേരള ട്രാവൽ ചെയ്യുന്നു, പുറത്ത് ട്രാവൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നൊരു സംഭവം. അപ്പം ₹1 സാലറി ഇല്ലാതെ ജോബിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം പല ആളുകളും കൺഫ്യൂസ്ഡ് ആയിട്ട് ഹയർ പാക്കേജിൽ കയറണം എന്നുള്ള ഒരു സംഭവത്തിൽ
സമൂഹത്തിൽ നിന്നിട്ട് എങ്ങും എത്താതെ പോകുന്നുണ്ട്, കരിയർ ഒന്നും ആകാതെ പോകുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളോട് ഒക്കെ നിങ്ങൾ ഫസ്റ്റ് 25,000 കിട്ടിയാൽ പൊയ്ക്കോ, പ്രശ്നമൊന്നുമില്ല. കിട്ടാതിരുന്നിട്ടും അതിൽ കിട്ടിയാലേ കയറുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ആദ്യം അതിപ്പം ഞങ്ങൾ ക്യാമ്പസ് മുതലേക്ക് കേട്ടോടെ നമ്മൾ ടീച്ചേഴ്സൊക്കെ നമുക്ക് തരുന്ന ഒരു അഡ്വൈസായിരുന്നു, ഒരിടത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത്. നിങ്ങളിപ്പം പാക്കേജ് ഒരു ഡെവലപ്പറായി കയറിയെന്ന് കരുതുക, നിങ്ങൾ ഒരു 25 അല്ലെങ്കിൽ 20 അങ്ങനെ ഒരു ലിമിറ്റ് ചെയ്ത് നിൽക്കരുത്. 1-2 കമ്പനിയിൽ നിന്ന് മാറി മാറി നിങ്ങളുടെ കരിയർ ഒന്ന് റീഷേപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾ അതിലൊരു സ്കിൽഡ് പേഴ്സണായിട്ട് മാറുക. ഒരു ഡെവലപ്പറായി കയറുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു എന്ത് ജോബാണെങ്കിൽ പോലും, സെയിൽസിലോ മാർക്കറ്റിങ്ങിലോ എന്തിൽ കയറിയാലും ആ ഒരിടത്ത് തന്നെ കയറി അവിടെ നിൽക്കാതെ ഇങ്ങനെ, അത് ഏറ്റവും ബേസിക്കായിട്ട് കിട്ടുന്ന ഒരു അഡ്വൈസായിരുന്നു അന്ന് ക്യാമ്പസിൽ എല്ലാ അധ്യാപകരും പറഞ്ഞു തന്നിരുന്ന കാര്യമാണ്. അങ്ങനെ മാറി മാറി കയറണം. ഇത് ഈവൻ സീനിയേഴ്സ് പോലും പറഞ്ഞു തരാറുണ്ട്. ഒരിടത്ത് കയറി അവിടെ നിൽക്കരുത്, പെർമനൻ്റായിട്ട് മാറി മാറി കയറി, നിങ്ങൾക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പം എല്ലാവരും പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, അതിലേക്ക് നമ്മുടെ കരിയറിനെ ഒന്ന് ഷെയ്പ്പ് ചെയ്യുക, നമ്മൾ കൂടുതൽ സ്കില്ല് അച്ചീവ് ചെയ്യുക. അപ്പോൾ അന്ന് ഞാൻ കയറുമ്പോഴും ഇപ്പോഴുള്ള എനിക്ക് അച്ചീവ് ചെയ്ത കുറേ സ്കിൽസും ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളും ലേൺ ചെയ്ത കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലൂടെയാണ് ശരിക്കും ആ പറയുന്ന, ഇപ്പോൾ ഇന്ന് എല്ലാവരും കാണുന്ന ഈ ഒരു ബെൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബെൻസ് അങ്ങനെ ഇതെത്തി എന്ന് പറയുന്നത്, അതിന് പിന്നിൽ ഒരു 7 വർഷത്തെ എഫേർട്ട്, ട്രാവല്, കുറേയധികം ലേണിംഗ് പ്രോസസ്സ്, കുറേയധികം എക്സിക്യൂഷൻ, കുറേയധികം ഫെയിലിയർ എല്ലാം ഉണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നിലും മാത്രമായിട്ട് ലിമിറ്റ് ചെയ്ത് വൈറ്റ് കോളർ ജോബ് അന്വേഷിച്ച് നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ഏത് റോളിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ അടുത്തടുത്തേക്ക് നോക്കുക. 25,000 കിട്ടിയിട്ടില്ലെങ്കിലോ? 25,000 അങ്ങനെ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇനിഷ്യലി അങ്ങനെ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. തുടങ്ങുക എന്നുള്ളതാണ്. തുടങ്ങാതെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാണ്ടായി പോകുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും ഒന്ന് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം 25,000 പാക്കേജ് കിട്ടണമെങ്കിൽ പൊയ്ക്കോട്ടെ. ഇനി അതല്ല 20 കിട്ടിയുള്ളെങ്കിൽ കയറിക്കോ, അല്ലെ 15 ഉള്ളെങ്കിൽ കയറിക്കോ, 10 ആണെങ്കിൽ 10. വെറുതെ 6 months ഫ്രീ ഇന്റേൺഷിപ്പ് ആണെങ്കിൽ കയറിക്കോ. നമുക്ക് കിട്ടുന്ന ഒരു ലിമിറ്റഡ് അറിവിനേക്കാളും ഒരാളുടെയും കൂടി അറിവും കൂടെ ചിലപ്പോൾ നമുക്ക് അവിടെ ആ ഒരു 6 months ഇന്റേൺഷിപ്പിൽ കിട്ടി. ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നതിനേക്കാളും എന്തെങ്കിലും ഉണ്ടായാൽ അവിടെ നിന്നൊരു പുതിയ വാതിൽ നമുക്ക് തുറന്നേക്കാം. നമ്മളും ചിലപ്പോൾ റീതിങ്ക് ചെയ്ത് തുടങ്ങുന്നത്, ഇത്രയൊക്കെ ഓപ്പർച്യൂണിറ്റി, പിന്നെ എന്തിനാ ഞാൻ എൻ്റെ ചിന്തകൾ ഇത്ര ഇതായിട്ട് ഷോർട്ടായിട്ട് 25 എന്ന് പറയുന്ന പുതിയ കണക്ഷൻ കിട്ടും, പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, പുതിയ കമ്പനികളിലുള്ള ആളുകളെ, ആ ഗ്യാങ്ങിന്റെ കോവർക്കേഴ്സിന്റെ ഇടയിൽ നിന്ന് തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങോട്ടേക്ക് പോകാം. അതെ. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യുക, തുടങ്ങി വെക്കുക, സ്റ്റാർട്ട് ചെയ്യുക. റീതിങ്ക് ചെയ്ത് ഇങ്ങനെ ടൈം വേസ്റ്റ് ആക്കരുത്. എന്തിലാണോ തുടങ്ങാൻ പറ്റുന്നത് തുടങ്ങുക. അതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നാളെ നമുക്കുള്ള ആ വാതിലുകൾ തുറന്നു കിട്ടൂ. ആരുടെയും ചാപ്റ്റർ 100 നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. എല്ലാവർക്കും ഒരു ചാപ്റ്റർ 1 ഉണ്ടായിരുന്നു, അതുപോലെ നമ്മളും ഒരു ചാപ്റ്റർ 1 തുടങ്ങുക, അതിൽ നിന്ന് ചാപ്റ്റർ 2ലേക്ക് തുടങ്ങാൻ പറ്റുക അതിലേക്ക് തുടങ്ങാം. നമ്മൾ ടൈം വേസ്റ്റ് ആക്കി അത് നമ്മൾ ഡെഡായി പോകണം. നമുക്കും അറിയാം 1-2 വർഷം വെറുതെ ഫ്രീ ആയിട്ട് നിന്ന് കഴിഞ്ഞ് ഏത് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും ഫസ്റ്റ് ചോദിക്കുന്നത് ഈ ഗ്യാപ്പ് എന്തിനാണ്, എന്ത് പറ്റി എന്നായിരിക്കും ചോദിക്കുന്നത്. അത് നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കട്ടെ. ആ 2 വർഷം നമ്മൾ ഏത് ചെറിയ ജോലി ചെയ്താലും നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ സ്കിൽസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ. അപ്പോൾ 2 മക്കളുണ്ട്. ഒന്നാമത്തെ ആള് ഇയാൻ എത്ര വയസ്സായി? 5 വയസ്സുകാരനാണ്. 5 വയസ്സുകാരനായി. 5 വയസ്സുകാരനെ എവിടെ പഠിക്കുന്നു? 5 വയസ്സുകാരൻ നിനക്ക് അറിഞ്ഞത് എൻ്റെ അടുത്ത് ചോദിക്കല്ലേ? ചോയ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ 5 വയസ്സുകാരൻ എന്തൊക്കെ പറയാറുണ്ട്? 5 വയസ്സുകാരൻ കുറച്ച് പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇപ്പം എല്ലാവരും എന്താണ് ഒരു ഗെയിമിംഗ് വേൾഡാണ്. കുറച്ച് PS5ഉം ഗെയിമിംഗ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ വേൾഡ് എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റാണ്. അതിലാണ് അവർ. പിന്നെ കുറച്ച് കോക്കോ മെലോണും കുറച്ച് പെപ്പ പെഗും മാഷൻ ബിയറും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം അവര് ഒരു വലിയ സ്വപ്നങ്ങളിലേക്ക് ഡ്രീമുള്ള ഒരാൾ തന്നെയാണ്. കാരണം നമ്മളൊക്കെ ഈ ഒരു വർക്ക് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ടായിരിക്കണം പറയാറുണ്ട് ഇത്ര പേർക്ക് ജോബ് കൊടുക്കണം. ഇപ്പം ഞാൻ ആ പ്രായത്തിൽ എന്താ ചിന്തിച്ചിട്ടുള്ളത് എനിക്കറിയില്ല. എനിക്ക് ABCD തന്നെ അറിയാമെന്നറിയില്ല. ഞാൻ ഓഫീസിൽ ചോദിച്ചു, ഞാൻ 1000 ആളുകൾക്ക് ജോബ് കൊടുക്കുക. അതെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എനിക്ക് അംബീനെ സൈനെ പോലെയാണ്, ഇതിനെ 1000 ആളുകൾക്ക് ജോബ് കൊടുക്കണം, അവർക്കെല്ലാം സാലറി കൊടുക്കണം. ഇതൊക്കെയാണ് ഈ ഒരു പ്രായത്തിൽ ചിന്തിക്കുന്നത്. മേ ബി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വളരുന്നത് കൊണ്ടായിരിക്കാം നമ്മളെയൊക്കെ കാണുന്നത്. അങ്ങനെ ഒരു 5 വയസ്സുകാരനും ഒരു 7 മാസം കഴിഞ്ഞ് 8ാം മാസത്തിലേക്ക് പോകുന്ന 2 മക്കളെയും കൊണ്ടാണ് യുദ്ധത്തിലേക്ക് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ? ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ കെട്ടിയവൻ ടാൽറോപ്പിൻ്റെ CEO ആയതുകൊണ്ടാണ് ഇത്രയും ഗ്രോത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ
അതൊരു ഫാക്ടറാണ്, അതൊരു പെർസെൻറ്റേജ് ചെറിയൊരു പെർസെൻറ്റേജ് സത്യമാണ്. കാരണം ഒരു സപ്പോർട്ടിങ് ഹാൻഡ് എപ്പോഴും എനിക്ക് ഉണ്ടാകാറുണ്ട് ബാക്കിലോട്ട് പോകുന്ന സമയത്ത്. അത് നിങ്ങൾ പരുന്ന പോലെ കയറി വാ എന്നല്ല, തെറി വിളിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഒരു തെറിയോടുകൂടിയോ വടക്കോടുകൂടിയോ 2 വോയിസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വോയിസ് മെസ്സേജിലൂടെയാണ് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അല്ലാതെ നീ എൻ്റെ വൈഫാണ്, നീ എൻ്റെ ഒപ്പം വന്നാലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലല്ല. നോർമലി ഒരു സ്റ്റാഫിനെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ, ഒരു ടീം മെമ്പറിനെ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. ടാൽഡ്രോപ്പ് സിഇഒയും സഫീർ എന്നുള്ള വ്യക്തിയും രണ്ട് മനുഷ്യനാണ് എന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട്. മനസ്സിലായില്ലേ? സഫീർ എന്നുള്ളൊരു പാവമാണ്, പാവപ്പെട്ടവനാണ്. പക്ഷെ സിഇഒ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഫുള്ളായിട്ട്. സഫീർ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് ഇമോഷണലാണ്, കുറച്ച് റൊമാൻറ്റിക് ആണ്, കുറച്ച് വീക്കാണ്. അത് കുറേ സംഭവ പേരുദോഷം ഉണ്ടല്ലോ. വൾണറബിലിറ്റീസ് എല്ലാം ഉള്ള ഒരാളാണ് തന്നെയാണ്. പക്ഷെ ഒരു സിഇഒ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ എക്സ്ട്രീംലി എന്താണ്, ഒരു ലോജിക്കലി മാത്രം എല്ലാ കാര്യങ്ങൾക്കും ഡിസിഷൻ എടുക്കും. ലീഡേഴ്സിനെ മേക്ക് ചെയ്യുന്ന ആളാണെന്ന് പറയാം. അങ്ങനെ ലീഡേഴ്സ് ആക്കിയ ആളാണ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന ഒരാൾ പിന്നെ എൻ്റെ ഭാര്യയായി, ഇപ്പോൾ ടാൽഡ്രോപ്പിൻ്റെ ബോർഡ് ഡയറക്ടറും CHRO ആയി. ഇപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്യാം. എന്ത് തോന്നുന്നു ഫീല്? പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുവിധമൊക്കെ ഞാൻ 100% എന്ന് പറയില്ല, 100% പറ്റുന്നവരുണ്ടായിരിക്കാം, ഒരു 50-55 ഒക്കെ അച്ചീവ് ചെയ്യുന്ന കരുതുകയാണെങ്കിലും എനിക്ക് പറ്റാതിരുന്നൊരു കാര്യമാണ് പോഡ്കാസ്റ്റ് ചെയ്യുക, ക്യാമറയുടെ ഫേസ് ചെയ്ത് സംസാരിക്കുക. ഞാൻ വളരെയധികം ബാക്ക് ചെയ്തിരുന്ന ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. കമ്പനിയിൽ ടാൽഡ്രോപ്പിൻ്റെ ഒരു ജേണി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, റീലുകൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. എങ്കിൽ പോലും അവിടെ എല്ലാം ഒരു പുഷ് ഉണ്ടായിരുന്നു. ഈവൻ ക്യാമറ ടീം പോലും എന്നെ അടിച്ചും നുള്ളിയും ഒക്കെ പല വീഡിയോസും ഞാൻ ഇട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് വരുന്നുണ്ട് എല്ലാ കാര്യത്തിലും. മേ ബി ആ ഒരു ജേണിയിൽ കുറേ റിസ്കുകൾ എടുത്തും കുറേ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ടായിരിക്കും ഇപ്പം അതിനും ഒരു കോൺഫിഡൻസ് വന്ന് തുടങ്ങിയിട്ട്. ഇപ്പം നമ്മൾ ആദ്യം ഡ്രൈവിംഗ് എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞു, പിന്നെ താറൊക്കെ എടുത്ത് ഇടുക്കിയിൽ കോളേജിലൊക്കെ പോയ സമയത്തുണ്ടല്ലോ, അവിടെയൊക്കെ പോയപ്പോൾ എനിക്ക് അന്നത് പോകുമ്പോൾ പഠിക്കുന്ന ടൈമിലേക്ക് ഡ്രൈവിംഗ് പഠിക്കുന്ന ടൈമിൽ ഭയങ്കര ഡിഫിക്കൽറ്റി തന്നെയായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ കരഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഇടുക്കിയിൽ ചെല്ലുമ്പോഴും ഞാൻ ഡ്രൈവിംഗ് പഠിച്ചോ താറിൽ ഇടുക്കി ചെല്ലുമ്പോൾ എനിക്ക് തോന്നില്ല. പക്ഷേ അവിടെ സ്കൂൾ ബസ്സിലും കോളേജ് ബസ്സിലൊക്കെ പലരും ലേഡീസൊക്കെ കാണുമ്പോൾ അത് നോക്കുന്ന അടുത്തിരിക്കുന്ന ആളെ വിളിച്ചൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് അതെന്തോ വലിയ സംഭവമാണ്, അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണെന്നൊക്കെ അപ്പോഴാണ് അത് ഫീൽ ചെയ്യുന്നത്. അത് നോർമലായി ലൈഫിൽ, അത് നോർമലായി ഡ്രൈവ് ചെയ്യാന്നുള്ളത്. സത്യത്തിൽ എല്ലാ പെൺകുട്ടികളും ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. കാരണം അതാണ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം. എന്താണെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ ആവശ്യം വന്നാലും ഒരു എമർജൻസി വന്നാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ കുറച്ച് ഒന്നും കൂടെ ഒന്ന് ഫ്രീ ആകാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ ഒരു ഡ്രൈവറിനെ കാത്തിരിക്കേണ്ട, ഒരു ഊബറിനെ മിനിമം ഒരു ഊബർ വിളിക്കാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ആ ടൈമിൽ നമ്മൾ ഒരു ബ്ലോക്ക് താണ്ടി പോയിട്ടുണ്ട്. മാത്രമല്ല അതൊരു ഇൻഡിപെൻഡന്റ് ഒരു ഫ്രീഡം ഫീൽ ചെയ്യുന്ന ഒരു നമുക്കൊരു കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വരും. ഒറ്റയ്ക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു സിറ്റുവേഷനും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട്, ഒരു പോസിറ്റിവിറ്റി. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനും ഒറ്റയ്ക്ക് സിനിമ കാണാനും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനും ഒരുപാട് ആർട്ടിക്കിളിലും വായിച്ചിട്ടുള്ള കാര്യമാണ്. ഒറ്റയ്ക്ക് നമുക്കൊരു മൂവി കാണാൻ ഒരു തിയേറ്ററിൽ പോയി ഒരു എൻ്റെയർ മൂവി കണ്ടു തീർക്കുക, ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഇഷ്ടമുള്ള ഫുഡ് ആരും കൂടെ ഇല്ലാതെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുക, ഒറ്റയ്ക്കൊരു ലോങ് ഡ്രൈവ് പോകാൻ പറ്റുക, ഇതൊക്കെ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റുമെന്നാണ്. അത് ഞാൻ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം എനിക്ക് മുന്നേ കുറച്ചൊരു ഈ ടാൽഡ്രോപ്പിൽ വരുന്നതിന് മുന്നേ ആണെങ്കിൽ അതിനെപ്പറ്റി ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്നല്ലോ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഞാനത് ചെയ്തു. ഇങ്ങനെ ഈ ആർട്ടിക്കിളിൽ നിരന്തരം വായിച്ച് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്തു നോക്കിയാണ്. ചെയ്യാൻ പറ്റും അത് പറ്റുന്നു. പക്ഷെ അത് തരുന്നൊരു കോൺഫിഡൻസ് വലിയ സംഭവമാണ്. നിങ്ങളൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പെൺകുട്ടികളല്ല, ഈവൻ ആൺകുട്ടികളായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം പലർക്കും പറ്റാത്തൊരു കാര്യമാണ് ഒറ്റയ്ക്ക് പോയി റെസ്റ്റോറൻറ്റിൽ ഒരു ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്ത് തനിയെ ഇരുന്ന്, ബാക്കിയുള്ളൊരു ടേബിളിലെല്ലാം 5-10 പേരും ഇരുന്ന് ചിരിക്കുകയും കോമഡി എടുക്കുകയും വീഡിയോ എടുക്കുകയും റീൽസും ഷോർട്സും ഒക്കെ എടുക്കുന്ന ടൈമിൽ നമ്മൾ വെറുതെ ഇരുന്ന് കഴിക്കുകയായിരിക്കും. നമ്മൾ നമ്മുടെ ടൈം ആസ്വദിച്ച് കഴിക്കണം. അതെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു പ്രോസസ്സാണത്. നമുക്കങ്ങനെ ഒറ്റയ്ക്ക് അത്രയും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, നമ്മുടേതായിട്ടുള്ളൊരു ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അതൊരു കോൺഫിഡൻസ് തരുന്ന കാര്യമാണ്. അതിന് വേണ്ടി മാത്രം ഒരു തവണ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ടാൽഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് ഇപ്പം ഞാൻ അഫിയെടുത്ത് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എന്തുകൊണ്ടാണ് ഗ്രേറ്റ്ഫുൾ ആയത്? എനിക്ക് 100% ടൈം ടാൽഡ്രോപ്പിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കലി പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാനേജ് ചെയ്തു എന്നുള്ള സംഭവമാണ്. അപ്പം അവിടെ എൻ്റെ ഒരു ലോങ് ടൈം വിഷനായിരുന്നു, ഞാൻ ഈ കൊച്ചിനെ കല്യാണം കഴിച്ചാൽ ഈ കൊച്ചെന്ത് ചെയ്യും,
എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നോക്കും. എനിക്ക് ടാൽറോപ്പിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതെന്ത് ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കും, എന്താണ് അഫിയെ കല്യാണം കഴിക്കാനുള്ള റീസൺ ചോദിക്കുമ്പോൾ ഞാൻ പറയും കൺസിസ്റ്റൻസി ആണെന്ന് പറയും. അതായത് ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതേന്ന് പറഞ്ഞ് നിന്ന് ചെയ്യും. ഞാൻ പറയുന്നൊരു ഫൗണ്ടേഷൻ, ഇന്നൊരു സംഭവം സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഫുള്ളായിട്ട് അതിൻ്റെ പുറകെ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് സത്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് പാർട്ട്ണർ ആവണം. കാര്യം ഞാനൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇങ്ങനെ പൈങ്കിളിയെ കളിച്ച് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുമെങ്കിലും ആസ് എ CEO നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്രയും വലിയൊരു മിഷനും വന്നിട്ട് ഒരു ലൈഫ് പാർട്ട്ണർ അങ്ങനെ നമുക്ക് പറ്റാത്ത ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി തീരുമെന്നുള്ള കാര്യം ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ അതാണ്. അപ്പോൾ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി വളരെ പാവപ്പെട്ടവനാണ്, മനസ്സിലായില്ലേ, വളരെ പാവപ്പെട്ടവനൊരുത്തന്നെ. പക്ഷേ ആസ് എ CEO നിൽക്കുമ്പം നമ്മൾ എൻ്റലി നമ്മുടെ ക്യാരക്ടർ സ്വിച്ച് ചെയ്യണം. അവിടെ നമ്മൾ അത്രയും ലോജിക്കലായിട്ട്, കാര്യം ഒരുപാട് ആളുകളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ 1000-ലധികം ടീം മെമ്പേഴ്സിൻ്റെത്, ഇൻവെസ്റ്റേഴ്സിൻ്റെത്, ഇവരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി നമ്മളിരിക്കുകയാണ്. പക്ഷേ പേഴ്സണലി നോക്കുമ്പം ഞാൻ സാധാരണ ഇവിടെ എന്തൊക്കെയാണോ അതിനേക്കാളും സാധാരണക്കാരനാണ്. കാര്യം ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് പഠിച്ച് ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന് വാളിപ്പൈലികളോടെ എന്തിട്ടുണ്ട് കൂടെ വന്ന് വാലികളോടെ വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സംഭവമാണ്. അതാണ് പറയില്ലേ, അല്ല എന്താണ് മഹാന്മാരുടെ കുറിച്ച് അടുത്തറിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് വിഗ്രഹം വീണുടയോ എന്ന് അറിയില്ല. അപ്പോൾ അതുപോലുള്ള സംവിധാനമാണ്. അപ്പോൾ അതിൽ നിന്ന് ടാൽറോപ്പ് CEOയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ആ ടാൽറോപ്പ് CEO എന്ന് പറയുമ്പോൾ ആ ടാൽറോപ്പ് CEOനെ ബാക്ക് ചെയ്യാൻ അത്രയും വലിയൊരു ടീമാണ്. ഇപ്പം പലരും വിചാരിക്കുന്ന സംവിധാനം CEO ഡ്രിവൺ കമ്പനിയാണ്. ഒരിക്കലും ടാൽറോപ്പ് ഒരു CEO ഡ്രിവൺ കമ്പനിയല്ല. ഇപ്പോൾ എൻ്റെ ഫോണിലൊരു കോൾ വരില്ല, ഞാൻ ഓപ്പറേഷൻസിലില്ല. ഇത് CEO ഓഫീസ് ഡ്രിവൺ കമ്പനിയാണ്. ഒരു 60ഓളം പേരടങ്ങുന്ന ഒരു CEO ഓഫീസാണ് ഈ കമ്പനി എന്ത് ചെയ്യുന്നത്, ഡ്രൈവ് ചെയ്യണത്. CEO അല്ല, CEO വൺ ഓഫ് ദ എംപ്ലോയി ആണ്. ഈ CEO ഓഫീസിൻ്റെ വൺ ഓഫ് ദ എംപ്ലോയി ആണ്. അപ്പോൾ ഈ 60ഓളം പേരുടെ ടീമാണ് ഈ ടാൽറോപ്പ് ഡ്രൈവ് ചെയ്യണത് ആ CEO ഓഫീസ് എന്നുള്ള സംവിധാനത്തിൽ. അപ്പോൾ ആ CEOയുടെ ഒരു പേഴ്സണൽ ലൈഫുണ്ട്. ആ പേഴ്സണൽ ലൈഫിനെ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. ആ ആളിനെ ചൂസ് ചെയ്യാനുള്ള റീസൺ തന്നെ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ കൺസിസ്റ്റൻസി ഇപ്പം ടാൽറോപ്പിൽ റീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം 40 ദിവസം നമ്മളിപ്പോൾ ടാൽറോപ്പിൻ്റെ ടീമിൻ്റെ മറ്റേ 100 ക്രിയേറ്റേഴ്സിൻ്റെ ചലഞ്ച് വന്ന സമയത്ത് ഫസ്റ്റ് മെമ്പർ അഫിയായിരുന്നു. ഇപ്പോൾ 40 ദിവസമായി അല്ലേ, ഓൾമോസ്റ്റ് 40 ദിവസമായി. 40 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് റീലിട്ടു. അപ്പം ടീം മെമ്പേഴ്സൊക്കെ പറയുന്നുണ്ടല്ലോ ഈ കൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞ സംവിധാനം ഇതാണ്, ഈ കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ടാണ് ഞാൻ അഫിയെ കല്യാണം കഴിച്ചെന്നുള്ള കാര്യം പറയും. അതുകൊണ്ടാണ് നമ്മൾ ടാൽറോപ്പ് ഇത്രയും ബാക്ക് ചെയ്ത് നിൽക്കണമെന്ന് പറയും. അപ്പോൾ കൺസിസ്റ്റൻസിയുടെ പേരിൽ ടീം ഇങ്ങനെ പറയുമല്ലോ, ഈ അഫീത്തയുടെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അഫിയുടെ കൺസിസ്റ്റൻസി എന്നൊക്കെ പറയും. എന്താണ് കൺസിസ്റ്റൻസിയെ പറ്റി തോന്നുന്നത്? കൺസിസ്റ്റൻസി അത് ശരിക്കും എനിക്ക് നമ്മളങ്ങനെ ഭയങ്കര ചെയ്യണം അതുണ്ട് ഇതുണ്ട് എന്നിങ്ങനെ എണ്ണി കരുതാതിരുന്നാൽ മതി. നമ്മൾ ഡെയിലി എണീറ്റ് ബ്രഷ് ചെയ്യില്ലേ, നമ്മൾ കുളിക്കും, നമ്മൾ ഫുഡ് കഴിക്കും, ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ഫുഡ് കഴിക്കണം, ബ്രഷ് ചെയ്യാൻ 5 മിനിറ്റ് പോകും, കുളിക്കാൻ 10 മിനിറ്റ് പോകും എന്ന് കരുതി നമ്മളൊരു കാര്യം അത് മാറ്റി വയ്ക്കില്ലല്ലോ. അതുപോലെ ഒരു സംഭവമായിട്ട് അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഡെയിലി രാവിലെ 4 മണിക്ക് എണീറ്റ് 5:30 ജിമ്മിൽ പോകുന്ന ഒരാളാണ്. അപ്പം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഹെക്റ്റിക്കാണ്. ബേബീനെ ഉറക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ 3 to 4 hours സ്ലീപ്പ് കഴിഞ്ഞിട്ട് ജിമ്മിലേക്ക് പോകുന്നത്. അപ്പോൾ അതെന്താണ് ഡെയിലി അതൊരു റുട്ടീനാക്കി എടുക്കുക. അതേ കൂട്ടത്തിൽ ഇപ്പം ഡെയിലി ഞാൻ എന്തായാലും ഓഫീസിൽ വരുന്നുണ്ട്, മീറ്റിങ്ങുകൾ എടുക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ 2-3 വിഷ്വൽസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വോയിസ് ഓവർ ചെയ്തങ്ങ് ചെയ്യാം. അതായത് നമ്മളവിടെ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ മാക്സിമം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാൻ. ഞാനിപ്പോൾ ഒരു വർഷം ഒരു 4-5 പ്രാവശ്യം ജിമ്മിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, മനസ്സിലായല്ലേ. ജിമ്മിൽ പോകാൻ പറ്റത്തില്ല. പക്ഷെ നീ എല്ലാ ദിവസവും കഴിച്ച് 4 മണിക്ക് എഴുന്നേറ്റ് 5:30 എന്നോട് തന്നെ ഞാനിങ്ങനെ പറയും, നമ്മൾ എല്ലാവർക്കും എന്താണ് ഒരു ഗോളുണ്ട്, അത് ചെയ്യാൻ കുറേ സ്റ്റെപ്പുണ്ട്. ഞാൻ വെറുതെ സെൽഫായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ വെളുപ്പിന് 4 മണിക്ക് എണീക്കുമ്പോൾ ഞാനിങ്ങനെ സമയം നോക്കും, 4 മണിയുള്ള ഇന്നലെ ഉറങ്ങിയപ്പോൾ 11:30 ആയി, 12 മണിയായി. അതെ, കുഞ്ഞുറങ്ങുന്നത് നിങ്ങൾ 3 പേരും കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നതാണപ്പോൾ എനിക്കൊരു ടെൻഡൻസി വരും. ഞാൻ എണീറ്റ് നിന്നിട്ട് ഞാൻ അലമാരി ചാരിയെന്ന് മിക്ക ദിവസങ്ങളിൽ ഞാൻ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ നോക്കാറുണ്ട്. കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അവരൊക്കെ ഉറങ്ങും. അങ്ങനെയല്ല, നമുക്ക് നമ്മുടേതായ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇതൊക്കെ ചെയ്യണം എന്ന് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പറയും. ഞാൻ മടി പിടിച്ച് ചിലപ്പോൾ ഇങ്ങനെ എണീറ്റ് നോക്കിയിട്ട് വീണ്ടും പില്ലോയൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കും. പോകണ്ട ഇവരൊക്കെ കിടക്കുന്ന കണ്ടിട്ട്. പ്രത്യേകിച്ച് മഴയുള്ള ദിവസങ്ങളിൽ എല്ലാവരെയും പോലെ എനിക്കൊരു ടെൻഡൻസി വരും. പക്ഷേ അങ്ങനെയല്ല, നമ്മളൊരു കാര്യം തുടങ്ങി അതിനൊരു റിസൾട്ട് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്തിട്ടാണ്, കാരണം പ്രഗ്നൻസി കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് കുറച്ച്. ഇങ്ങനെ ഒരു ചേഞ്ച് ഇല്ലെങ്കിൽ അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ബോഡിയിലുണ്ട്. അത് മാറണമെങ്കിൽ ആ ഗെയിൻ ചെയ്ത വെയിറ്റ് കുറയ്ക്കണം. അതിന് ഇത്ര നാളൊരു മിനിമം ഒരു 4 to 5 months കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോയി ആ ഡയറ്റ് ഷെഡ്യൂളൊക്കെ ചെയ്താൽ മാത്രമായിട്ട് ഇത് എൻ്റെ മനസ്സിലുണ്ട്, അതിനു വേണ്ടി ചെയ്യുന്നു. അപ്പോൾ കൺസിസ്റ്റൻസി
വലിയൊരു ഫാക്ടറാണ് ലൈഫിൽ. അതെ, കൺസിസ്റ്റൻസി എല്ലാ വിഷയത്തിലും. അതിപ്പോൾ നമ്മുടെ തുടങ്ങിയ കാര്യങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകണ്ട എന്നൊന്ന് ഡിസിഷൻ എടുത്താൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചാൽ അതിങ്ങനെ അങ്ങ് പോകണം. അപ്പം ആസ് എ CEO ടാൽ റൂപ്പിൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് കൺസിസ്റ്റൻസി ഉള്ളൂ എന്നുള്ള സംവിധാനം ഏറ്റവും അധികം എന്നെ വിമർശിക്കണം എന്ന്. അതെന്തിനാണ് പേഴ്സണൽ സംവിധാനത്തിൽ കൺസിസ്റ്റൻസി വരാൻ? ഞാൻ എപ്പോഴൊക്കെയോ വായിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ ഒരു കാര്യം ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ ആവട്ടെ, ഒരു ബിസിനസ് തന്നെ ആവട്ടെങ്കിൽ, നമ്മൾ എണീക്കുന്ന ബെഡിൽ നിന്ന് നമ്മുടെ ആ ഒരു കാര്യം തുടങ്ങുക. അതായത് നമ്മൾ എണീറ്റ് കഴിഞ്ഞാലുടൻ ആ ബെഡ്ഷീറ്റ് ഫോൾഡ് ചെയ്ത് വെക്കുന്നതിൽ നമ്മുടെ ഒരു ജേണി തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അതിലൂടെയാണ് നമ്മൾ ശരിക്കും ഷേപ്പ് ആവേണ്ടത്. അതിനു വേണ്ടിയാണ്, അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എക്സ്ട്രീംലി കെയർഫുൾ ആയിട്ട് ഒരു സ്പ്രേയുടെ ബോട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് കൃത്യമായൊരു പൊസിഷനൊക്കെ വെച്ച് അങ്ങനെ അത്രയും OCD ആയിട്ടുള്ള, നമ്മൾ എന്നും ഒരു വീട്ടിലെ ഓരോ സാധനങ്ങൾ അത് എടുക്കുന്ന സ്ഥലത്ത് തന്നെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ ആ സ്പ്രേ നോക്കുമ്പോൾ ഇപ്പം അറിയാം ആ സ്പ്രേ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാം. അല്ലെങ്കിൽ അത് ഇന്നവിടെയും നാളെ അലമാരയ്ക്കുള്ളിലുമാണ്, അല്ലെങ്കിൽ ടേബിളിൻ്റെ അടിയിലാണ്, അല്ലെങ്കിൽ വേറെ താഴത്തെ റൂമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തിരയാൻ വേണ്ടി ഒരു ടൈം വേസ്റ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു സ്ഥലം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും പെർഫെക്റ്റ് OCD ആയിട്ട് നിൽക്കുന്ന ഒരാളും കമ്പനിയുടെ കാര്യത്തിൽ മാത്രം ഫോക്കസിങ് ഉള്ള, ബാക്കി ഒന്നിനെക്കുറിച്ചും ഒരു ചിന്തയില്ലാത്ത ഒരാളാണ്. എങ്ങനെയാണ് ബാലൻസ് ആയിട്ട് പോകുന്നത്? ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും 100 അല്ല. ലൈഫ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു 30-70 വരും, 50-50 വരും, ചിലപ്പോൾ 110-0 വരും. അങ്ങനെ പല റേഷ്യോയിലാണ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസാണ് അവിടെ, അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതൊരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ലൈഫ് പാർട്ട്ണർ 2 പേരും എടുത്താൽ ഒരാൾക്ക് കുറച്ച് സ്നേഹം കൂടുതലുള്ള ഒരാളാണ്, ഒരാൾ കുറച്ച് കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലായികയല്ല. 2 പേരും 2 രീതിയിൽ വളർന്നു വന്നിട്ടുള്ള, 2 ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ വളർന്നു വന്നിട്ടില്ല. അപ്പം ഇതെന്ന് പറയുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോംപ്രമൈസാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം ഒരാൾക്ക് കൂടുതൽ അറിയായിരിക്കും, ഒരാൾക്ക് കുറച്ച് അറിയുള്ളൂ. ഇത് നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, ഈക്വലി ആക്കി എടുക്കും, 50-50 ആക്കി എടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ബാലൻസിങ് ആണ് ഫാമിലി ലൈഫൊക്കെ നല്ല രീതിക്ക് പോകുന്നത് എന്നാണ്. അങ്ങനെയല്ല, അതിൽ എൻ്റെ കുറേ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. കാരണം എൻ്റെ ഫാമിലി എനിക്ക് എപ്പോഴും സപ്പോർട്ടാണ്. പിന്നെ ഒരു സ്ട്രക്ചർ ചെയ്തിട്ടുള്ള, എപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും സ്ട്രക്ചർ ചെയ്താൽ പോകുന്നത്. വീട്ടിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പാരൻസിൻ്റെ സപ്പോർട്ടുണ്ട്, എല്ലാം കൂടെ കൊണ്ട് അപ്പൊ കെട്ടിയവൻ അത്യാവശ്യം പ്രശ്നം ഉണ്ടാക്കിയൊരു പ്രശ്നമില്ലാതെ പോകുന്ന ആ ഒരു രീതിയിലേക്ക് ലൈഫ് ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2030 സിലിക്കൺ വാലി മിഷൻ ഇവിടെ യാഥാർത്ഥ്യമാകും. കേരളത്തിൽ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാവും, ഇന്ത്യയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും, അത് ലോകത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. അതിന് കാരണമായിട്ട് ടാൽറോപ്പ് മാറും. അപ്പോൾ അതിന് വേണ്ടി ടാൽറോപ്പ് CEOക്കൊപ്പം, ടാൽറോപ്പിനോടൊപ്പം അതിശക്തമായിട്ട് 2018 മുതൽ ജോയിൻ ചെയ്ത അഫീഫ എന്നുള്ള വ്യക്തി, അതോടൊപ്പം അഫി എന്നുള്ള വൈഫിനോടും, വൈഫ് എന്നുള്ള ടേമൊന്നും നല്ല ടേമല്ല, ഒരു ലൈഫ് പാർട്ട്ണറിനോടും ഒക്കെയുള്ള എല്ലാ കടപ്പാടും നന്ദിയോടുകൂടി നമുക്ക് ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിച്ചാലോ? ഓക്കെ, താങ്ക് യു അഫി, താങ്ക് യു.